പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നു. നബിയെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ ഉമ്മയുടെ പേരിൽ എന്ത് സ്വതക്കയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആരുടെയെങ്കിലും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഉമ്മയോ ഉപ്പയോ ഭാര്യയോ ഭർത്താവോ കുടുംബങ്ങളോ മക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിടം വെളിച്ചമാവാൻ, അവരുടെ ഖബറിടം രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോടൊരു സഹാബി ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി ഉമ്മയുടെ പേരിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കാനാണ്. ഉമ്മയുടെ പേരിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കാനാണ്. ആ ഉമ്മയ്ക്ക് കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആരാ വെള്ളം കുടിക്കുക? നാട്ടുകാരൊക്കെ കുടിക്കും, അതിലെല്ലാവരും ഉണ്ടാവും. ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യം നീ ചെയ്തു കൊടുക്കണം. ആ ചെയ്തു കൊടുക്കുന്ന കാര്യം എറ്റേണൽ ആവണം, അനന്തമായി നീണ്ടുകിടക്കുന്നതാവണം, ഓൺ ദി സ്പോട്ട് തീരുന്നതാവരുത്. തീർന്നത് കൂലിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഉമ്മയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു യത്തീംഖാനയിൽ കൊണ്ടുപോയി ഭക്ഷണം, നെയ്ച്ചോറും ബീഫും നമ്മൾ കൊണ്ടുപോയി കൊടുത്തു ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അത് പ്രതിഫലമുള്ള കാര്യമല്ലേ? അല്ലേ? നല്ല രീതിയിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. തദ്ഖുലുൽ ജന്ന ബിസലാം, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ യതീംഖാനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകളിൽ കൊണ്ടുപോയി നമ്മൾ നൽകിയ ഭക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആളെ ക്ഷണിച്ചു വരുത്തി ആളുകളെ കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണം, അത് അനന്തമാണോ? അത് അവിടെ കഴിക്കലോടുകൂടി തീർന്നില്ലേ? ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂലി കിട്ടി. നാളെ കിട്ടുമോ കൂലി? ഈ പ്രതിഫലം നാളെ കിട്ടോ? ഇല്ല. എന്തുകൊണ്ട്? അത് കഴിക്കൽ കൊടുത്തു, കൂലി കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് എന്താ? എന്നും കിട്ടുന്ന കൂലി. ഇപ്പൊ കിണർ കുഴിക്കാൻ പറഞ്ഞു, വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുമ്പോ കൂലി കിട്ടി. പക്ഷെ കിണർ കുഴിക്കാൻ പറഞ്ഞാലോ ഖിയാമത്ത് നാൾ വരെ ആ കൂലി കിട്ടും. ആ കിണറുള്ള കാലത്തോളം ആരൊക്കെ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ അവർക്കൊക്കെ ആ കുടിക്കുന്ന കാലത്തോളം ആരൊക്കെ കുടിക്കുന്നു അവരുടെയൊക്കെ പ്രതിഫലം ഈ മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറിടത്തിലേക്ക് എത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവരുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വെളിച്ചമാക്കാൻ കഴിയും. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ, ഉപ്പമാരോ ഉമ്മമാരോ വല്യുപ്പമാരോ വല്യമ്മമാരോ ജ്യേഷ്ഠാനുജന്മാർ കുടുംബക്കാർ ആരെങ്കിലും വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിടങ്ങളെ സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റാൻ, ഖബർ ഇരുട്ടറയാണെങ്കിൽ അത് വെളിച്ചമാക്കി മാറ്റാൻ, ഖബർ വിശാലമാണെങ്കിൽ, ഖബർ ഇടുങ്ങിയതാണെങ്കിൽ അത് വിശാലമാക്കി മാറ്റാൻ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് സാധിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ അമല് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഖബറിൽ പോയതിനു ശേഷം മക്കളോട് സ്വതക്ക ചെയ്യാൻ പറഞ്ഞാൽ പോരെ എന്നുള്ള ഡൗട്ടിങ് ഒക്കെ ഉണ്ടാവും, ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ചോദിക്കാറുണ്ട്, ബിദഅത്താർ ചോദിക്കാറ്. നമ്മളൊക്കെ പിന്നെ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ, ഫുഡ് കൊടുക്കുമ്പോൾ ഇതൊന്നും ഖബറിലേക്ക് എത്തൂല എന്ന് അഭിപ്രായമുള്ള ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ അമല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സമ്പത്ത് ബാക്കി വെച്ചിട്ട് മക്കളോടൊക്കെ സ്വതക്ക ചെയ്യാൻ പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ മതി, പക്ഷെ കൊടുക്കുമെന്ന് എന്താ ഉറപ്പ്? ഇപ്പൊ നമ്മളൊക്കെ കൊടുത്തു. ഇപ്പൊ നമ്മൾ ഖബറിലെത്തിയിട്ട് ഒരു അമലും ചെയ്യാതെ ജീവിച്ച് മരിച്ചുപോയി, എന്നിട്ട് മക്കളെ ഏൽപ്പിച്ചു സ്വതക്ക കൊടുക്കാൻ. മക്കൾ കൊടുക്കുന്ന ആർക്കാ ഉറപ്പ്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മക്കൾ കൊടുക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോ? അത് ഉറപ്പിക്കാൻ പറ്റോ? എല്ലാ മനുഷ്യന്മാർക്കും അവർ ചെയ്തത് മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്തതേ നമ്മുടെ ഖബറിടത്തിലേക്ക് വരുമെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ എൻ്റെ മക്കൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഉദാഹരണം പറയാ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മരിച്ചിട്ട് എത്ര വർഷമായി? നമ്മൾ അവരുടെ പേരിൽ കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടോ?
നമ്മൾ അവരുടെ പേരിൽ ഒരു പള്ളി നിർമ്മിക്കാൻ സഹായിക്കുമ്പോ അല്ലാഹുവേ എന്റെ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ടോ? ഈ പറയപ്പെട്ട 7 കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു പ്രതിഫലം നൽകണമെന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്? അതുകൊണ്ടാണ് മക്കളെ പ്രതീക്ഷിക്കാതെ കഴിവിന്റെ പരമാവധി നന്മകൾ നമ്മൾ തന്നെ ഒരുമിച്ച് കൂട്ടണം, ചെയ്തു കൂട്ടണമെന്ന് പരിശുദ്ധ ഖുർആനും അല്ലാഹുവും നമ്മോട് പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത മാതാപിതാക്കളാണെങ്കിൽ, മക്കൾക്ക് ദീനീബോധം നൽകിയ മാതാപിതാക്കളാണെങ്കിൽ, ആ മാതാപിതാക്കളോട് മക്കൾക്കൊരു സ്നേഹമുണ്ടാകും, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ഞാൻ നന്നാവാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ്, ഞാൻ ഈ ഒരു ഉയർച്ചയിലെത്താൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ്, അവർക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണല്ലോ എന്ന് സ്വാഭാവികമായി മക്കൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് ഈ മക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ മാതാപിതാക്കളുടെ പേരിൽ ഹദിയ ചെയ്യുന്നത്. അതല്ലാതെ ദീനീബോധം പടച്ചോനെ പേടിയില്ലാത്ത ആളുകളൊന്നും ഈ 10,000 പള്ളി കൊടുക്കുന്നതിനേക്കാൾ നല്ല വേറെന്തെങ്കിലും ചെയ്യാമെന്നാ ചിന്തിക്കാം. അള്ളാഹുവിനെ പേടിയുള്ള ആളുകൾ, ഖബറിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ആളുകൾ അവരുടെ കൈകളിലുള്ളതിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമെന്തിന്? എൻ്റെ മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ വെളിച്ചമാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇന്നാട്ടിലുള്ള ഓൺലൈനിലൂടെ ആരായാലും സഹോദരിമാരോടും പറയാനുള്ളത്, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങൾ വെളിച്ചമാക്കി സ്വർഗീയമാക്കി അദാബില്ലാത്ത ഹിസാബില്ലാത്ത സ്വർഗമാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയുമെപ്പോ ഈ 7 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കണം ഇവിടെ വെച്ച്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നദി ഉണ്ടാക്കലാണ്, ഒരു പുഴയുണ്ടാക്കലാണ്, ഒരു പുഴ കീറലാണ്. അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് കിണർ കുഴിച്ചു കൊടുക്കലാണ്. നമ്മൾക്ക് സാധിക്കും. ഒരു കുഴൽ കിണറോ, പാവപ്പെട്ട വലിയൊരു കോളനി ഉണ്ടാവും, അവിടെ ഒരുപാട് വീടുകളുണ്ട്, അവർക്ക് വെള്ളമില്ല, കഴിയോ? എങ്കിലൊരു കുഴൽ കിണർ കുഴിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക. ആ നാട്ടിൽ എത്ര കാലം ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ പ്രതിഫലം അല്ലാഹു നമ്മൾക്ക് നൽകും. വെള്ളം കൊടുക്കുന്നത് നമ്മളല്ല, വെള്ളം കൊടുക്കുന്നത് പടച്ചോനാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ? കുഴൽ കിണർ കുഴിക്കാനുള്ള സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുഴൽ കിണറുള്ള കാലത്തോളം, അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിടത്തിലേക്ക് നന്മകൾ എത്തിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമതായി പറഞ്ഞത് ഔ ഗറസ നഖ്ലാ, ഒരു മരം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ, യാത്രക്കാരായ ജനങ്ങൾക്ക് തണൽ നൽകുന്ന ഒരു മരം, അല്ലെങ്കിൽ വഴിപ്പോക്കന്മാരായ ആളുകൾക്ക് അതിൽ നിന്ന് പഴങ്ങൾ എടുത്ത് കഴിക്കാൻ കഴിയും ഒരു മാവ്. ആ മാവിൽ നിന്ന് മാങ്ങ പറിച്ചു തിന്നുന്നുണ്ട് നാട്ടുകാർ, അതിലൂടെ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ യാത്രക്കാരായ ആളുകൾ, അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ മരത്തണൽ ഉപയോഗിക്കാറുണ്ട്, തണൽ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും മാവാണെങ്കിലും ഏത് മരങ്ങളാണെങ്കിലും ആ മരം കൊണ്ട് ജനങ്ങൾക്കൊരു ഉപകാരമുണ്ടെങ്കിൽ ആ മരമുള്ള കാലത്തോളം ഖബറിടത്തിലേക്ക് അതിന്റെ പ്രതിഫലം കടന്നു വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരം, നമ്മൾ ചെറിയൊരു മരം നട്ടു എവിടെ? നമ്മുടെ റോഡിന്റെ സൈഡിൽ, നമ്മുടെ കോമ്പൗണ്ടിനോട് അടുപ്പിച്ച്. ആ മരത്തിന്റെ തണൽ വഴിയാത്രക്കാർക്ക് വലിയ സുഖമാണ്. ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, യാത്രക്കാരായ ആളുകൾക്ക് വലിയൊരു സുഖമാണത്, ഉപകാരമാണത്. അതിൽ നിന്ന് വീഴുന്ന മാമ്പഴങ്ങൾ, അല്ലെങ്കിൽ ചാമ്പക്ക, അങ്ങനെ പല പഴങ്ങളുണ്ടല്ലോ, പേരക്ക, എന്തോ ആട്ടെ, ഇത് പക്ഷികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലും അല്ലാഹു നമ്മൾക്ക് സ്വതക്കയുടെ പ്രതിഫലമാണ് തരുന്നത്. അതിൽ നിന്ന് വീഴുന്ന ഏതെങ്കിലും പഴങ്ങൾ നായയോ പൂച്ചയോ മൃഗങ്ങളോ പശുക്കളോ എന്തെങ്കിലും കഴിച്ചാൽ മനുഷ്യൻ മാത്രമാവണമെന്നില്ല. ഏതെങ്കിലും ഒരു മൃഗത്തിനോ ജന്തുക്കൾക്കോ ജീവജാലങ്ങൾക്കോ മനുഷ്യന്മാർക്കോ ഉപകാരമുള്ള ഒരു മരമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മരമുള്ള കാലത്തോളം നമ്മുടെ ഖബറിടത്തിലേക്ക് അതിന്റെ സവാബ് എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങളായി. അഞ്ചാമതായി പറഞ്ഞത് ഔബനാ മസ്ജിദ, പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിടത്തിലേക്ക് പള്ളി നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം കടന്നു വരുമെന്നും ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരുപാട് സ്വതക്കകൾ ചെയ്തവരാവാം, 1 കോടി ആവണമെങ്കിൽ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ടാകും.
നാട്ടുകാരിലൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, നല്ല ഉയർന്ന വരുമാനമുള്ളവർ വളരെ കുറവാണ്. എന്നിട്ട് പോലും നിങ്ങൾ ഇതെല്ലാം വളരെ മനോഹരമായി പൂർത്തീകരിച്ചു. ഇനിയും ഒരു 10 ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ട്. ആ ലക്ഷങ്ങൾ കഴിയുന്ന ആളുകൾ, എന്റെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹുവേ ഇന്നത്തെ രാത്രി തന്നെ നീ സ്വർഗമാക്കി കൊടുക്കണേ എന്നുള്ള ഉദ്ദേശത്തോടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഭാര്യയോ ഭർത്താവോ മക്കളോ സഹോദരങ്ങളോ, നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളോ ഉസ്താദുമാരോ വെല്ലിപ്പയോ വെല്ലിമ്മയോ ആരാണ് നമ്മോട് വിട പറഞ്ഞത്, അള്ളാഹുവേ ഇന്നത്തെ രാത്രി തന്നെ അവരുടെ ഖബറിടം നീ വെളിച്ചമാക്കണേ എന്നുള്ള ഉദ്ദേശത്തോടെ 10,000 കഴിയുന്നവരങ്ങനെ, 5,000 കഴിയുന്നവരങ്ങനെ, 1000 കഴിയുന്നവരങ്ങനെ, 25 50 ലക്ഷമോ കഴിയുമെങ്കിൽ എത്രയാണോ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ അത് ചെലവഴിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി തന്നെ അവരുടെ ഖബറിടങ്ങളെ സ്വർഗീയമാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സ്വീകരിക്കണമെന്നുള്ളതാണ്. പടച്ചോൻ സ്വീകരിക്കണം. നിങ്ങളിവിടെ 1 കോടിയോളം ചെലവഴിച്ചത് പടച്ചവൻ സ്വീകരിക്കണം, അല്ലാഹു സ്വീകരിക്കണം. വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം ഇങ്ങനെ പേടിച്ച് വിറക്കുന്നുണ്ട്, കിടുകിടാ വിറക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ പേടിച്ച് വിറക്കേണ്ട ആവശ്യം? എന്തിനാ പേടിച്ച് വിറക്കേണ്ട ആവശ്യം? അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോ അവർ പേടിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യം എന്താ? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? വാദിന് ഇങ്ങനെയുള്ള സദസ്സ് കിട്ടാനാണ് എനിക്കിഷ്ടം. അപ്പൊ നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വാദം അറിയാം. പിന്നെ ചില വാദകൾ വെച്ചാൽ നമ്മളെ ഗാനമേള പോലെയാണ്. അഥവാ നമ്മളിവിടെ ഉണ്ടാവും, ഓഡിയൻസ് തുടങ്ങുന്നപ്പോൾ, ഈ വാദ കേൾക്കാൻ വരുന്നവർ തുടങ്ങുന്നപ്പോൾ എന്ന് പറയോ പള്ളിന്റെ പുറത്തുനിന്ന് അപ്പുറമായിരിക്കും തുടങ്ങുക. അത്ര വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവില്ല അവിടെ. ഇപ്പം നിങ്ങളുടെ മുഖം നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ ഒരു വാല് എന്നതിനിപ്പോൾ ഒരു ക്ലാസ് പോലെ എടുക്കാൻ പറ്റും. നമുക്ക് സംസാരിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ച്, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ നോക്കി, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ, നിങ്ങൾ എവിടെയൊക്കെ ആണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും സൗകര്യം. അപ്പം നിങ്ങൾ അഭിപ്രായം പറയണം. നമ്മൾ ചോദിച്ചേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ എന്താ നമ്മൾ പേടിക്കേണ്ട ആവശ്യം? എന്താ നിങ്ങൾ പറ. പറഞ്ഞോളൂ, തെറ്റാ പിന്നീട് അടിയൊന്നുമില്ല. അത് സ്കൂള് മദ്രസ ഒന്നുമല്ല. ഹലാലാകുമെന്നുള്ള പേടി. മാഷാ അല്ലാ, വെരി ഗുഡ്. പിന്നെ വേറെ ആരാളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്തും പറയട്ടോ. നിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞ തന്നെ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് പറയാൻ. പരിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂൻ സൂറത്ത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന സൂറത്തിലെ 60-ാമത്തെ ആയത്താണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون والذين يؤتون ما آتوا അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവർ, സ്വതക്ക ചെയ്യുന്ന ആളുകൾ, വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിച്ച് വിറക്കുന്നുണ്ട്, ഭയത്തോടുകൂടിയാണ് അവർ സ്വതക്ക ചെയ്യുന്നത്, ദാനം ചെയ്യുന്നത്. എന്താണ് ഭയപ്പെടാനുള്ള കാരണം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന മനസ്സിൽ ഭയമുള്ളത് കൊണ്ട് തന്നെ അവർ പേടിച്ചുകൊണ്ടാണ് സ്വതക്ക ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത ആയത്ത്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, ഇവരാണ് നന്മ ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടുന്നവർ, അവരാണ് അള്ളാഹുവിന്റെ അടുത്ത് മുൻകടന്നവരും ഇവർ തന്നെയാണ്.
നന്മ ചെയ്യാൻ മത്സരിക്കുന്നവരാണിവർ. ഇവരാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതനായവർ. അള്ളാഹുവിനെ സ്വതക്ക ചെയ്യുന്ന സമയത്ത് പേടിച്ച് സ്വതക്ക ചെയ്യുന്ന ആളുകൾ ഇവരാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഒന്നാമന്മാരെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ആയത്തിറങ്ങിയപ്പോ ആയിഷ ബീവിക്ക് ഒരു സംശയം. സ്വതക്ക കൊടുക്കുമ്പോ പേടിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടോ? മനസ്സിൽ ചോദിച്ചിട്ടില്ലെങ്കിലും മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടോ? നല്ലോണം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലോണം അറിയണം. ഫുൾ അറിയുന്ന ആളുകൾക്ക് തീരെ ഡൗട്ട് ഉണ്ടാവില്ല. ഒരു മിഡിൽ ആളുണ്ടാവില്ലേ, അഥവാ കുറച്ചൊക്കെ അറിയാം, ശ്രദ്ധിക്കുന്നുണ്ട്. തീരെ ശ്രദ്ധിക്കാത്ത ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവില്ല, പൂർണ്ണമായി അറിയുന്നവർക്കും ഡൗട്ട് ഉണ്ടാവില്ല. അതിൻ്റെ മധ്യത്തിലുള്ള ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ പൂർണ്ണമായി അറിയുന്ന ആളാണ്, അല്ലെങ്കിൽ തീരെ ശ്രദ്ധിക്കാത്ത ആളാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ. ആയിഷ ബിബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, സ്വതക്ക ചെയ്യുന്നവർ എന്തിനാണ് പേടിക്കുന്നത്? സ്വതക്ക ചെയ്യുന്നവർ ഭയപ്പെടേണ്ട ആവശ്യം എന്താണ് നബിയെ? പേടിക്കേണ്ട ആവശ്യം എന്താണ് നബിയെ? അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്. കുടിയന്മാരെ കുറിച്ചാണോ പറയുന്നത്? കള്ളു കുടിക്കുന്നവരെ കുറിച്ചാണോ പറയുന്നത്? നല്ലോണം കുടിച്ച് അവസാനം പഠിച്ചോന്റെ പേരിൽ സ്വതക്ക ചെയ്യണം, അങ്ങനെ പേടിച്ചിട്ട് വിറക്കാണോ? വ്യഭിചാരികളെ കുറിച്ചാണോ നബിയെ ഇത് ഉദ്ദേശിച്ചത്? വ്യഭിചാരികൾ വ്യഭിചരിച്ച് തെമ്മാടികളായി ജീവിച്ച് പിന്നെ നന്നാവാൻ വേണ്ടി സ്വതക്ക കൊടുക്കും, അപ്പോൾ അങ്ങനെ പേടിക്കുന്നവരെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? അതല്ല, മോഷണം നടത്തി, ബാങ്ക് പോലെ വീടുകൾ മോഷണം നടത്തി മറ്റുള്ളവന്റെ സമ്പാദ്യമെല്ലാം എന്ത് ചെയ്തു? അപഹരിച്ച് മോഷ്ടിച്ചെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ല, ഇവരെ കുറിച്ചൊന്നുമില്ല. പിന്നെ ആരെ കുറിച്ചാ? നമ്മളെ കുറിച്ച് തന്നെയാണ്. ഈ സ്വതക്ക കൊടുത്ത് നമ്മളെ കുറിച്ച് തന്നെയാണ് ഈ ആയത്തിറങ്ങിയത്. യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, അവർ കുടിയന്മാരായതുകൊണ്ടല്ല, വ്യഭിചാരികളായതുകൊണ്ടല്ല, മോഷണം നടത്തിയത് കൊണ്ടല്ല. പിന്നെ എന്താണ് അവരുടെ പ്രശ്നം? അവരുടെ പ്രശ്നം, ഞാൻ ഈ കൊടുത്ത സ്വതക്ക അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ, സ്വീകരിക്കുമോ ഇല്ലേ എന്നാണ് അവർ ഭയപ്പെടുന്നത്. വഖുലൂബുഹും വജില എന്ന് പറഞ്ഞില്ലേ? സ്വതക്ക കൊടുക്കുമ്പോൾ അവർ പേടിച്ച് വിറക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ പേടിച്ച് വിറക്കുന്നത് എന്റെ സ്വതക്ക അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഭയമാണ്. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ കൊടുത്ത സമ്പാദ്യം നഷ്ടമാണ്. 10 ലക്ഷം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്, അള്ളാഹു ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ഈ 10 ലക്ഷം നഷ്ടമായില്ലേ നമ്മൾക്ക്? ആ 10 ലക്ഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു നമ്മൾക്ക്? എന്തൊക്കെ വസ്ത്രം വാങ്ങാം, വീടെടുക്കാം, വണ്ടി വാങ്ങാം. പള്ളിക്ക് കൊടുത്തു, പഠിച്ചോനാണെങ്കിൽ സ്വീകരിച്ചിട്ടില്ല, പിന്നെ ഈ 10 ലക്ഷം വേസ്റ്റ് അല്ലേ? അല്ലേ? നിങ്ങൾ പറയല്ലേ? അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുത്തത് വേസ്റ്റ് അല്ലേ, നഷ്ടമല്ലേ? അത് നമ്മൾക്ക് നമ്മുടെ കടം വീട്ടാൻ ഉപയോഗിക്കാമായിരുന്നു, വീട് മോടി കൂട്ടാൻ ഉപയോഗിക്കാമായിരുന്നു, നല്ല വാഹനം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. അള്ളാഹു സ്വീകരിച്ചില്ല, നമ്മൾക്കാണെങ്കിൽ അതിന്റെ ഉപകാരം കിട്ടിയില്ല, നഷ്ടമാണ്. അപ്പൊ പേടി എന്താ? ഖുലൂബുഹും വജില, അവർ അള്ളാഹുവിനെ ഭയപ്പെടാണ്. പടച്ചോനെ, എന്റെ സ്വതക്ക സ്വീകരിച്ചോ എന്നുള്ള ഭയം. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ, പടച്ചോനെ എന്റെ സ്വതക്ക നീ സ്വീകരിക്കണം എന്ന്? ഉണ്ടോ? ഉണ്ടെങ്കിൽ മതി. ഉണ്ടോ? നിങ്ങൾ തലാട്ടണമെന്നില്ല, നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാനിപ്പോൾ ഇത്രയൊക്കെ കൊടുത്തു, എൻ്റെ അമൽ, എൻ്റെ സ്വതക്ക അള്ളാഹുവെ നീ സ്വീകരിക്കണം എന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പരിശുദ്ധമായ കഅബ നിർവഹിച്ചതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങളുടെ ഈ പ്രവർത്തനം നീ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി കഅബ നിർമ്മിച്ചു. രണ്ടുപേരും കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് മനോഹരമായ കഅബയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കഅബയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ഉടനെ രണ്ടുപേരും ഇരുകരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി ദുആ ചെയ്തത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങളുടെ ഈ സ്വതക്കയെ, ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ആര്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതേപോലെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും രണ്ടുപേരും ദുആ ചെയ്തു. നമ്മളാരും ദുആ ചെയ്തിട്ടില്ല അല്ലേ? ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയും ദുആ ചെയ്യാൻ സമയമുണ്ട്. ഇനിയും നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ
ഞങ്ങളുടെ ഈ സ്വതക്ക സ്വീകരിക്കണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ ഞങ്ങളുടെ ഈ പ്രവർത്തനം നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ഈ അമൽ സ്വീകരിക്കട്ടെ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. രണ്ടുപേരും ഈ കഅബയുടെ നിർമ്മാണം കഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആയാണിത്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന സന്ദർഭം രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു. റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നക അൻതസ് സമീഉൽ അലീം, അള്ളാഹുവേ നീ കേൾക്കുന്നവനാണ്, നീ അറിയുന്നവനാണ്, ഞങ്ങളുടെ പ്രവർത്തനം സ്വീകരിക്കണേ എന്ന്. അതുകൊണ്ട് നമ്മളും ദുആ ചെയ്യുക. അള്ളാഹുവേ നിനക്ക് വേണ്ടി മനോഹരമായൊരു ഭവനം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവേ ഈ പ്രവർത്തനം സ്വീകരിക്കണേ അല്ലാഹ്, ഈ സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങളുടെ ഈ സൽക്കർമ്മം നാളെ പാരത്രിക ലോകത്ത് ഉപകരിക്കുന്ന ഒരു അമലാക്കണേ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ദുആ ചെയ്യണം, ഇല്ലെങ്കിൽ നഷ്ടത്തിലായി പോകരുത്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമ. ശ്രദ്ധിക്കണം, ഈ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ ദുആഇന് ഉത്തരമുള്ള സമയമാണത്. പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞാൽ പിന്നെ ദുആഇന് ഉത്തരമുള്ള സമയമാണത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ശേഷം പറയാം. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അള്ളാഹുവിനോട് അവർ രണ്ടുപേരും പിന്നെ ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴ്പ്പെടുന്ന നല്ല മുസ്ലിമീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താന പരമ്പരയിലും നിന്നെ അനുസരിക്കുന്ന നല്ല മുസ്ലിമീങ്ങളെ നീ കൊണ്ടുവരണേ അല്ലാഹ്. വാരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ അർഹമുർ റഹീമായ അല്ലാഹുവേ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? കഅബയുടെ നിർമ്മാണം കഴിഞ്ഞ് ഇന്ന് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി ഏതാ? മസ്ജിദുൽ ഹറമാണ്. അവിടെയാണ് കഅബയുള്ളത്. അവിടെ നിസ്കരിച്ചാലാണ് ലക്ഷക്കണക്കിന് പ്രതിഫലമുള്ളത്. 10 ലക്ഷമാണെങ്കിലും 1 ലക്ഷമാണെങ്കിലും പ്രതിഫലമുള്ളത് മസ്ജിദുൽ ഹറമിൽ നിസ്കരിക്കുമ്പോഴാണ്. ആ കഅബ നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ്. ആ കഅബയുടെ ചുറ്റും നടക്കുന്നത് പ്രതിഫലമാണ്. ആ കഅബയോടനുബന്ധിച്ച് ചെയ്യുന്ന ഹജ്ജും തവാഫും പ്രതിഫലമാണ്. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതും പ്രതിഫലമാണ്. മഖാം ഇബ്രാഹിമിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുന്നത്, ഹജ്ർ ഇസ്മായിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുന്നത്, ആ കഅബയുടെ വാതിൽ സ്വർണ്ണ വാതിൽ പിടിച്ച് ദുആ ചെയ്യുന്നത്, മുൽതസം എന്ന് പറയുന്ന ദുആഇന് ഉത്തരമുള്ള കഅബയുടെ സ്വർണ്ണ വാതിലിന്റെ താഴെ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്യുന്നത്, സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്യുന്നത്, എല്ലാം ദുആഇന് ഉത്തരമുള്ള സമയങ്ങളാണ്, സ്ഥലങ്ങളാണ്. ആരാണ് ദുആ ചെയ്ത് ചോദിച്ചു വാങ്ങിയത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഉണ്ടാക്കിയ പള്ളിയാണ്, കഅബയാണ്, അള്ളാഹുവിന്റെ ഭവനമാണത്. അവരെ നിർമ്മിച്ചതിന് ശേഷം ആദ്യം ദുആ ചെയ്തത്. പിന്നെന്താ ദുആ ചെയ്തത്? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ അവരിലേക്ക് ശേഷം വരാൻ പോകുന്ന സമുദായത്തിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു കൊടുക്കണേ അല്ലാഹ്. ശേഷം വരാൻ പോകുന്ന എന്റെ മക്കള്, എന്റെതാ ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയും രണ്ടുപേരും ദുആ ചെയ്യാണ്, എന്റെ സന്താന പരമ്പരയിൽ ഒരു പ്രവാചകനെ നീ പറഞ്ഞേക്കണേ അല്ലാഹ്. അയച്ചില്ലേ? അല്ലാഹു അയച്ചില്ലേ? നബി തങ്ങളുടെ ഉപ്പാപ്പയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. നബി തങ്ങളുടെ കുടുംബ പാരമ്പര്യം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്കാണ് എത്തിപ്പെടുന്നത്. അല്ലാഹു അയച്ചു. നല്ലവരായ സമുദായം, ഒരു മുസ്ലിം സമുദായത്തെ അല്ലാഹുവേ നീ നിലനിർത്തണേ എന്ന് ദുആ ചെയ്തു. അല്ലാഹു തആല അതും ഇവിടെ നിലനിർത്തുകയുണ്ടായി. ഇനി ഞാൻ നിങ്ങളിലേക്ക് കടന്നു വരാം. എന്തുകൊണ്ടാണ് ഒരു പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ശ്രദ്ധിച്ചോളൂ. 3 ആളുകൾ ഗുഹയിലേക്ക് കയറിയൊരു ചരിത്രം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്, അല്ലെ? 3 ആളുകൾ ഗുഹയിലേക്ക് കയറി. അങ്ങനെ ഗുഹയിൽ കയറിയപ്പോ ഒരു വലിയ പാറക്കല്ല് വന്ന് ഗുഹാമുഖം അടച്ചു വെച്ച കഥ കേൾക്കാത്ത ആരും ഈ സദസ്സിലുണ്ടാവില്ല. ഉണ്ടോ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്ക്. ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ വേണ്ട, കേട്ടവർ കൈപ്പൊക്കെ. എല്ലാവരും കേട്ടിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. എനിക്കറിയാം ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ടാവും.
കേട്ടതന്നെ കേൾക്കുമ്പോൾ നമ്മൾക്ക് മടുപ്പ് വരും. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. എന്താ സംഭവിച്ചത്? 3 ആളുകൾ ഗുഹയിൽ കയറി, പാറ വന്നു, ഗുഹാമുഖം അടച്ചു. എങ്ങനെ പുറത്തു പോകും? 3 ആളുകൾ കൂടി കല്ല് തള്ളി നോക്കി. 3 ആളുകൾ അവരവരുടെ മസിൽ പവർ ഉപയോഗിച്ച് ശക്തമായി കല്ലിനെ ഒന്ന് തള്ളി നോക്കി. കല്ല് അനങ്ങുന്നില്ല. അപ്പൊ അവരുടെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ്, ജീവിതത്തിൽ ചെയ്ത നന്മകളിൽ ഏറ്റവും വലിയ നന്മ മുന്നിൽ വെച്ച് പടച്ചവനോട് ദുആ ചെയ്യാം. വലിയൊരു പ്രതിസന്ധിയിൽ അവർ പെട്ടു. വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഈ പാറക്കല്ല് നീങ്ങിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് ഉണങ്ങി മരിക്കവർ. കാരണം വേറെ ഒരാളിങ്ങോട്ട് വരില്ല, ഇവർക്കാണെങ്കിൽ പുറത്തു പോകാനും പറ്റൂല, ഫോൺ സംവിധാനങ്ങളൊന്നുമില്ല. ഏതോ കാട്ടിലുള്ള ഒരു ഗുഹയാണ്. ഉറപ്പല്ല മരിക്കുമെന്ന്, വേറെ രക്ഷപ്പെടാൻ വേറെ ഓപ്ഷനില്ല, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, ഗുഹയെന്ന് പുറത്തു പോയാലല്ലേ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പൊ അവർ പ്രതിസന്ധി ഘട്ടത്തിൽ പടച്ചോനെ വിളിക്കാൻ, അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു നന്മ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യാണ്. അപ്പൊ ഒരാൾ ദുആ ചെയ്തു, പടച്ചോനെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗം, അതാണ് എനിക്ക് ഏറ്റവും വലിയ നന്മയായി തോന്നുന്നത്. വേറെ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടാവാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ നന്മ, ഞാൻ എൻ്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും പരിഗണന, പ്രാധാന്യം ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പാറക്കല്ല് നീ മാറ്റണം എന്ന് ദുആ ചെയ്തു. അല്ലാഹ് സ്വീകരിച്ചു, പാറ നീങ്ങി. ഇത് അത്ഭുതങ്ങളാണ്. ഒരു 3 ആളുകൾക്ക് കൈകൊണ്ട് തള്ളി നീക്കാൻ പറ്റാത്തത് നാവ് കൊണ്ടവർ നിൽക്കുകയാണ്. ഇതാണ് ഇസ്ലാമിൽ നമ്മുടെയൊക്കെ പ്രത്യേകത. അതാണ്. ഇത് അവർക്ക് മാത്രമുള്ള പ്രത്യേകത, നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകതയാണ്. അവർ വലിയ ഔലിയാക്കളൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊന്നുമല്ല. അവർ നമ്മളെപ്പോലെ സാധാ മനുഷ്യന്മാർ. പക്ഷെ അവർ തെമ്മാടികളും തെറ്റുകാരൊക്കെ നമ്മളാണെങ്കിലും നമ്മളൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പടച്ചോൻ നമ്മുടെ കൂടെ നിൽക്കും. അപ്പൊ നമ്മളൊരു നന്മ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു നന്മ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത നന്മയാവണം. ജനങ്ങൾക്ക് പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ചെയ്ത നന്മയാവരുത്, പടച്ചോന് വേണ്ടി ചെയ്ത നന്മയാവണം. ഇപ്പൊ നമ്മൾ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും. അതൊരു പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിന് കൂലി കിട്ടൂല. ജനങ്ങളുടെ അംഗീകാരവും നിങ്ങൾ ചിലപ്പോൾ അടുത്ത ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയൊക്കെ ആയേക്കാം, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് കൂലി ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അടുത്ത ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാവും, അള്ളാഹിന്റെ അടുത്ത് കൂലിയും കിട്ടും. മനസ്സിലായോ? 2 രീതിയിൽ ചെയ്യാം. നമ്മളൊരു പൊളിറ്റിക്കൽ പ്രവർത്തനം, ചാരിറ്റി, സോഷ്യൽ വർക്ക് 2 രീതിയിൽ ചെയ്യാം. നാട്ടിലുള്ള എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ വേണ്ടി ഊണും ഉറക്കില്ലാതെ കുടുംബവും നാടും സമ്പാദ്യം ജോലി ഇല്ലാതെ അധ്വാനിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇവരുടെ ലക്ഷ്യം എന്താ? എങ്ങനെയെങ്കിലും എനിക്ക് പാർട്ടിയിൽ നല്ല സ്ഥാനത്തെത്തണം എന്നാണ്. ആ സ്ഥാനമൊക്കെ കിട്ടും, പക്ഷെ അള്ളാഹിൻ്റെ അടുത്തൊരു വില ഉണ്ടാവില്ല. നേരെ മറിച്ച് പാർട്ടി സ്ഥാനമൊന്നും ഇയാൾക്ക് ലക്ഷ്യമില്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം വേണം എന്ന നിയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തും സ്ഥാനം ഉണ്ടാവും, പാർട്ടിയിലും ഉന്നതമായ സ്ഥാനത്തെത്തും. അയാൾ സ്ഥാനാർത്ഥിയാവും, അയാൾ മത്സരിക്കും, അയാൾ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്തു ചെയ്തു എന്നാലോചിക്കണം. ഈ പള്ളി നിർമ്മാണം, ഇതിന് ഞാൻ 1 ലക്ഷം കൊടുത്തിട്ടുണ്ട്, ഇത് പടച്ചോന് വേണ്ടിയാണോ കൊടുത്തത്, അല്ല നാട്ടുകാരുടെ ഇടയിൽ പേരും പ്രശസ്തിക്കും വേണ്ടിയാണോ കൊടുത്തത്? നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ ഇത് അള്ളാഹിൻ്റെ പ്രീതിക്ക് മാത്രം കൊടുത്തത് ആണ് എന്ന് ഉറപ്പാണെങ്കിൽ അത് വെച്ച് പടച്ചോനോട് ദുആ ചെയ്തോ, അള്ളാഹുവേ, ഞാൻ ഇങ്ങനൊരു സംഖ്യ, എനിക്ക് വലിയ ടൈറ്റായിരുന്നു, കച്ചവടമില്ല, കോവിഡ് വ്യാപകമാവുന്ന സമയമാണ്, ഒരു സ്ഥലത്തും കച്ചവടമില്ല, ഗൾഫിലുമില്ല, നാട്ടിലുമില്ല, ജോലിയില്ല. ആ ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സ്വർണ്ണാഭരണം, ഒരു മാല, സ്വർണത്തിന് അന്ന് പവന് 38-40 വില. ആ സമയത്ത് ഒരു ആഭരണം ഞാൻ എടുത്ത് പള്ളി കൊടുത്തു. പടച്ചോന് നിന്റെ വജ്ഹ്, അള്ളാഹ്ക്കറിയാലോ നമ്മുടെ മനസ്സ്, നിന്റെ വജ്ഹ് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, എൻ്റെ ഈ ആഗ്രഹം നീ പൂർത്തീകരിച്ചു തരണേ. അള്ളാഹു ഉത്തരം തരും, അള്ളാഹു ഉത്തരം തരും. നേരെ മറിച്ചത് ലക്ഷ്യ നാട്ടുകാർക്കൊക്കെ വേണ്ടിയാണ്, എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ പടച്ചോന് ഉത്തരം തരൂല. കാരണം നാട്ടുകാർക്ക് വേണ്ടിയല്ലേ ചെയ്ത്, നാട്ടുകാരോട് ചോദിച്ചോളൂ എന്നുള്ള പറയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒന്നാമത്തെയാൾ അള്ളാഹുവിന് വേണ്ടിയാണ് ഈ മാതാവിന് പരിഗണന നൽകിയത്. ഇത് വലിയ സംഭവമൊന്നുമല്ല, നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യമാണ്. ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെക്കാളും പ്രധാനം ഉമ്മയ്ക്ക് നമ്മൾ നൽകുക, അല്ലെ?
ഉമ്മയ്ക്ക് നമ്മൾ നല്ല പ്രാധാന്യം നൽകും, ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യും. ഒരുപക്ഷെ ഭാര്യയുടെ സംസാരങ്ങൾ കേൾക്കാതെ ഉമ്മയ്ക്ക് നമ്മൾ കൂടുതൽ പരിഗണനയൊക്കെ നൽകും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വിഷയം. പക്ഷെ ഇത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ, നാട്ടുകാരെന്ത് പറയുന്നു വിചാരിച്ചിട്ടല്ല, അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെടുമ്പോൾ അള്ളാഹു ഉത്തരം തരും. ഈ ആൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു, പാറ നീങ്ങി. രണ്ടാമത്തെ ആള് ദുആ ചെയ്തത്, അള്ളാഹുവേ, എൻ്റെ കൂടെ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു, അയാളൊരു ദിവസം പിണങ്ങിപ്പോയി, ശമ്പളം വാങ്ങാതെ പിണങ്ങിപ്പോയി. ആ ശമ്പളം ഞാൻ എടുത്തു, ഞാനത് കച്ചവടം ചെയ്തു, ബിസിനസ് വളർന്നു, പടർന്നു, പന്തലിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ തൊഴിലാളി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ശമ്പളം തരാനുണ്ട്, തരണമെന്ന് പറഞ്ഞു. ഞാനൊരു താഴ്വരയിലേക്ക്, മലഞ്ചെരുവിലേക്ക് കാണിച്ച അയാളോട് പറഞ്ഞു, പ്രവിശാലമായി സമാന്തരമായി നീണ്ടുകിടക്കുന്ന ഈ മലഞ്ചെരുവിൽ മേഞ്ഞു നടക്കുന്ന ഈ ആട്ടിൻകൂട്ടങ്ങളും ഒട്ടകങ്ങളും എല്ലാം നിങ്ങളുടേതാണ്, എടുത്തുകൊണ്ടുപോയിക്കോളൂ. അയാൾ ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്നെ തമാശയാക്ക, നിങ്ങൾ എന്നെ കളിയാക്ക, ഞാൻ എൻ്റെ അവകാശപ്പെട്ട മുതൽ വാങ്ങാൻ വന്നതാ, ജോലി ചെയ്തതിന്റെ സാലറി എനിക്ക് കുറച്ച് തരാനുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തമാശാക്കിയതല്ല, ഞാൻ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ബിസിനസ് നടത്തി, ഇതാ 100 കണക്കിന് 1000 കണക്കിന് ഒട്ടകങ്ങളും ആടുകളുമായിട്ടെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അയാൾ ഒരു താങ്ക്സ് പോലും പറയാതെ, ഒരു നന്ദി പോലും പറയാതെ, നമ്മളൊരു താങ്ക്സ് പറയില്ലേ, നമ്മളാകെ 100 രൂപ ബാക്കി വെച്ചിട്ടുള്ളൂ, 10 വർഷം കഴിഞ്ഞ് വരുമ്പോൾ 10 ലക്ഷം ആയിട്ടുണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് താങ്ക്സ് എന്നൊരു നന്മ, അത് വാക്ക്, നന്ദി സൂചകമായിട്ടൊരു വാക്ക് പറയില്ലേ, അതുപോലും പറയാതെ അവിടെയുള്ള ഒട്ടകങ്ങളെയും ആടുകളെയെല്ലാം അയാൾ കൊണ്ടുപോയി. ഇയാൾക്ക് പ്രശ്നമില്ല, ഇയാള് പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ചെയ്തില്ല, പടച്ചോനെ വജ ആഗ്രഹിച്ചു ചെയ്തതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഞാൻ ആ ചെയ്തത് നിന്റെ വജഹിന് വേണ്ടിയാണെങ്കിൽ ഈ പാറയെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. പാറ ഒരൽപ്പം കൂടി നീങ്ങി. പക്ഷെ അവർക്ക് പുറത്തു പോകാനുള്ള ഗ്യാപ്പ് വന്നിട്ടില്ല. ചെറിയൊരു വെളിച്ചവും കാറ്റും വരാൻ തുടങ്ങി. പിന്നെയുള്ളത് മൂന്നാമതൊരാൾ. വ്യഭിചരിക്കാൻ അയാൾക്ക് അവസരമുണ്ടായി, അഥവാ അയാൾക്കൊരു പ്രണയമുണ്ടായിരുന്നു. പ്രണയമുണ്ടായി കുടുംബത്തിലെ ഒരാളുമായിട്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ബന്ധപ്പെടാനുള്ള സാഹചര്യം വന്നു. ആരും കാണാത്ത, ആരും അറിയാത്ത ഒറ്റയ്ക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ടായി. അതിനിടയിൽ ഒരു സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. കടം ചോദിച്ചു, കടം കൊടുത്തു. അപ്പോൾ കടം കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടു, അവൾ സമ്മതിച്ചു നിർബന്ധിതനായിട്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ആരും കാണാത്ത നല്ലൊരു സാഹചര്യം, അഥവാ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നോ, നാട്ടുകാരറിയുമെന്നോ, കുടുംബക്കാരറിയുമെന്നോ പേടിയില്ലാത്തൊരു സാഹചര്യം. അങ്ങനെ രണ്ടുപേരും പരസ്പരം ബന്ധപ്പെടാൻ നിൽക്കുമ്പോഴാണ് അള്ളാഹുവിനെ ഓർമ്മ വന്നത് ഇദ്ദേഹത്തിന്. ഇതാരും കാണില്ലെങ്കിലും അള്ളാഹു കാണൂലേ എന്ന ഒരു ഭയം അദ്ദേഹത്തിനുണ്ടായത്, എന്ന ഒരു പേടി അദ്ദേഹത്തിനുണ്ടായത്. ഉടനെ തന്നെ വ്യഭിചാരത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി. ആ സഹോദരിയുടെ കടം ഇനി എനിക്ക് തരണ്ട എന്ന് പറഞ്ഞു വിട്ടുകൊടുത്തു. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, പടച്ചവനെ, ഈ ഞാൻ ചെയ്തത് നിന്റെ വജഹിന് വേണ്ടിയാണെങ്കിൽ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ എന്റെ ദുആയിനെ നീ സ്വീകരിക്കണേ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കണേ എന്ന് ദുആ ചെയ്തു. പാറ ഒരൽപ്പം കൂടി നീങ്ങി. മൂന്നാളുകളും സുഖമായിട്ട് പുറത്തുപോയി. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് വളരെ സ്വഹീഹായ സംഭവമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മനോഹരമായൊരു സംഭവമാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾക്ക് കരുത്ത് നൽകുന്ന ഒരു ഹദീസാണിത്. കൈ കൊണ്ട് നമ്മൾക്കൊരു പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ അധികാരം കൊണ്ടോ സ്വാധീനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നമ്മൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി മാത്രം ചെയ്ത ചില നന്മകൾ, ആ നന്മകൾ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പടച്ചവന്റെ സഹായമുണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ക്യാൻസർ രോഗിയാണ്, ഇവിടല്ലേ, ക്യാൻസർ രോഗിയാണ് ഉമ്മ, ഉപ്പ, മക്കൾ, കുടുംബം, ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ക്യാൻസർ രോഗിയാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, 40, 20, 50 ലക്ഷം ചെലവഴിച്ചു, ശിഫ ലഭിക്കുന്നില്ല. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ അള്ളാഹുവും നിങ്ങളും മാത്രം അറിയുന്ന, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാവണം, ജനങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ഒന്നും കിട്ടൂല. അത് മുൻനിർത്തി പടച്ചവനോട് നിങ്ങൾക്ക് ദുആ ചെയ്യാം. പടച്ചവനെ, ഈ ക്യാൻസറിന് എനിക്ക് മാറ്റിത്തരണം. ഞാൻ പൊട്ടിരിക്കാൻ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ പ്രതിസന്ധിയിലാണ്, സാമ്പത്തികമായി ചികിത്സിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല,
ഞാൻ എൻ്റെ ഈ ജീവിത കാലയളവിൽ ഇങ്ങനൊരു പ്രവർത്തനം നിന്റെ വജഹിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ അല്ലാഹു ശിഫ നൽകും. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുഖം നൽകും. അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്ത് ക്യാൻസർ പോലും ശിഫപ്പെട്ട ഒരുപാട് ആളുകൾ എനിക്കറിയാം. വാലിന് പോയ സന്ദർഭങ്ങളിൽ ചില ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അഥവാ എനിക്ക് ക്യാൻസർ ആയിരുന്നു, 4th സ്റ്റേജിലായിരുന്നു, ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞു, ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തു, അത്ഭുതകരമായി എനിക്ക് മാറ്റമുണ്ടായി എന്ന് ചില വാലിന്റെ സദസ്സുകളിലൊക്കെ പോകുമ്പോൾ ചില ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളൊക്കെ പറയാറുണ്ട്. അറിയാം, ഇഷ്ടം പോലെ ആളുകൾ അറിയാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. യാ മുഗീസു അഗിസ്നി, യാ മുഗീസു അഗിസ്നി, യാ മുഗീസു അഗിസ്നി, അല്ലാഹുവേ എന്നെ സഹായിക്കണേ എന്ന് ഒറ്റയ്ക്കിരുന്ന് ജീവിതത്തിൽ ചെയ്തൊരു നന്മ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് എന്നെ സഹായിക്കണേ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെല്ലാവരും ഈ മഹത്തായ പള്ളിക്ക് വേണ്ടി സ്വതക്ക ചെയ്തവരാണ്. അള്ളാഹുവിന്റെ വജഹിന് വേണ്ടിയാണ് നിങ്ങളെ സഹായിച്ചതെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ സഹായം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മെ സഹായിക്കാനുണ്ടാകും. ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവസരമുണ്ട്. 10 ലക്ഷം രൂപയുണ്ട് ഇവിടെ. നിങ്ങളിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ഒരാൾക്ക് പിന്നെ ഒന്നുകിൽ കമ്മിറ്റിക്കാരെ 1 ലക്ഷം ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൊന്നും വേണ്ട, പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ടാവും, ആ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുപോയി ആരും അറിയാതെ നിങ്ങൾ 1 ലക്ഷം ഇട്ടൊന്ന് സങ്കല്പിക്കുക. ആരെ അറിഞ്ഞിട്ടുള്ളൂ? ഞാനും എൻ്റെ റബ്ബും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കമ്മിറ്റിക്കാരെ കയ്യിൽ കൊടുത്താൽ കമ്മിറ്റിക്കാരതറിയും, അത് വാങ്ങിച്ച സെക്രട്ടറി അറിയും, പ്രസിഡന്റ് അറിയും, നാട്ടുകാരറിയും, പിന്നെ ഉസ്താദിന്റെ കൊടുത്ത ഉസ്താദ് അറിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആരും അറിയാതെ പള്ളിയുടെ ഭണ്ഡാരപ്പെട്ടിയിൽ, പള്ളിയുടെ മെഹ്റാബിൽ 1 ലക്ഷം കൊണ്ടുപോയിടുന്നു. അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇടാറുണ്ട് ചില ആളുകൾ. മാലിക് ദിനാർ ഒരു കാസർഗോഡ് ജില്ലയിൽ ഉറൂസ് നടക്കുമ്പോൾ ഇതേപോലെ 1 ലക്ഷത്തിന്റെ പുതിയ പഴയ കാലത്ത് 1000ന്റെ പുതിയ നോട്ടുകെട്ടുകൾ 1 ലക്ഷം രൂപയുടെ ആരോട്ട് പോയിരുന്നു. അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നൽകുന്ന സ്വതക്കയാണ്. സഹോദരിമാർക്ക് സ്വർണ്ണാഭരണം കൊടുത്തേക്കാൻ പേരും സ്ഥലമൊന്നും പറയാതെ ഒരു വളെടുത്തു, എന്നിട്ടൊരു പേപ്പർ ചുരുട്ടി, എന്നിട്ടൊരു മകന്റെ കയ്യിലോ കുട്ടികളുടെ കയ്യിലോ കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. ആരറിഞ്ഞു? അള്ളാഹുവും അവർ മാത്രമേ അറിയുള്ളൂ. ഇത് വലിയൊരു ബാധ്യതയാണ്. പള്ളിയെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം രൂപയാണ്. ഇത് പടച്ചോന് കൊടുക്കാൻ പറ്റുന്ന സ്വതക്കകളിൽ ഏറ്റവും മൂല്യമുള്ള സ്വതക്കയാണ്. അങ്ങനെ ഒരു സ്വതക്ക നമ്മൾ ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഒന്നുകിൽ നമ്മുടെ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിൽ നമ്മൾക്ക് ശിഫ ലഭിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ പടച്ചോനെ എൻ്റെ പിതാവ് എന്നെ ഒരുപാട് സ്നേഹിച്ച ആളാണ്, അവരുടെ ഖബറിടം ഇന്നത്തെ ഈ രാത്രി തന്നെ നീ വെളിച്ചമാക്കി കൊടുക്കണം. എൻ്റെ ഉമ്മ എന്നെ സ്നേഹിച്ച ആളാണ്, അവരുടെ ഖബറിടം ഇന്നത്തെ ഈ രാത്രി തന്നെ നീ സ്വർഗീയമാക്കി കൊടുക്കണം. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഇന്നാലിന്ന സുഹൃത്ത്, എൻ്റെ മക്കൾ. അള്ളാഹു എനിക്ക് വീടില്ല, എനിക്ക് നീ വീട് തരണം. അള്ളാഹു എനിക്ക് മക്കളില്ല, വർഷങ്ങളായി മക്കളില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. പടച്ചോനെ എനിക്ക് സാലിഹ്യങ്ങളായ മക്കളെ തരണം എന്ന് നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ ചെയ്യണം. അള്ളാഹു മക്കളെ തരും. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കാണിച്ച് വർഷങ്ങളോളം ഡോക്ടർമാരെ കാണിച്ചിട്ടും മക്കളില്ലാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്ത് അള്ളാഹു മക്കൾ കൊടുത്ത ആളറിയാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ 1 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ആ മാസം തന്നെ അവർക്ക് കുട്ടികളുണ്ടായി. അതിനു മുമ്പ് എത്രയോ തവണ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ട്, എന്തുണ്ടായില്ല? മക്കളുണ്ടായില്ല. വേറെയും കുറെ ആളുകൾ മരണം വരെ മക്കളില്ലാത്ത ആളുകളുണ്ട്. ഈ മക്കൾ ഉണ്ടാവുക വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. നമ്മൾക്ക് മക്കളെ തരണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഡോക്ടർമാരെ കാണിച്ചു, മരുന്ന് കുടിച്ചു, അതുകൊണ്ടൊന്നും മക്കൾ കിട്ടണമെന്നില്ല. ഡോക്ടർമാര് പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പെണ്ണിനും കുഴപ്പമില്ല, ആണിനും കുഴപ്പമില്ല, മക്കൾ ഉണ്ടാവണം, പക്ഷേ എന്നാൽ മക്കൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ ആ മാസത്തിലായിരിക്കും അവർക്ക് കുട്ടികളുണ്ടാവുക. ഇതൊക്കെ അറിയാം, ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇതൊക്കെ വയസ്സാവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. ആ മക്കളെ തരുന്നതാരാ? നിങ്ങളിവിടെ ഇല്ലേ? ഉറക്കം വന്നോ? വേണമെങ്കിലും എണ്ണീറ്റിട്ട് ഇരുന്നോളൂ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കണമെങ്കിരുന്നു, നിൽക്കണമെങ്കിൽ നിൽക്കുക. എ സി ഒക്കെ ഓൺ ചെയ്തിട്ടില്ലേ? അത് മാത്രം ഓൺ ചെയ്യാതെ ബാക്കി രണ്ടും ഓൺ ചെയ്തിട്ടുണ്ടല്ലേ? നല്ലൊരു സോളാറും കൂടി വാങ്ങിച്ചാൽ പിന്നെ ഫുൾ ടൈം എ സി ഇട്ടൊക്കെ നമുക്ക്. മനസ്സിലായോ? സോളാർ എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല. പള്ളിയുടെ മുകളിൽ ഒരു സോളാറും കൂടി വെച്ചാൽ കറണ്ടിൻ്റെ ബില്ല് കിട്ടണ്ട. നല്ല സുഖമായിട്ട് ലുഹറിനും അസറിനും മാരിബിനും ഇഷാക്കും സുബൈക്കും ഒക്കെ എ സി വെക്കാം. എ സി വെക്കുമ്പോൾ ചില പള്ളിയിൽ വയസ്സന്മാരെ തീർക്കും. എ സി ഒന്നും വെക്കണ്ടെന്ന് പറയും. നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ പ്രശ്നമാക്കണ്ട. എനിക്ക് ആലപ്പുഴയിൽ ഞാനൊരു പ്രസംഗത്തിന് പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ നാട്ടിൽ എ സി വെക്കുമ്പോൾ വയസ്സന്മാർ ഭയങ്കര കുഴപ്പമാക്കി, എ സി ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തു? വാശിയിൽ എ സി വെച്ചു. എ സി വെച്ചിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നമാക്കിയ വയസ്സന്മാരാണ് ആദ്യ സോഫിൽ എ സിക്ക് വേണ്ടി. എ സി ഇല്ലാത്തൊരു പോർഷൻ ഉണ്ട് ബാക്ക് സൈഡ്. എ സി ഇല്ലാത്ത വയസ്സന്മാർ ബുദ്ധിമുട്ടുണ്ട്, അവിടെ ഇരിക്കുക. പക്ഷേ ഈ പ്രശ്നമാക്കിയ വയസ്സന്മാരൊക്കെ ഇതിനുള്ള വന്നിട്ടായിരിക്കുക, പുറത്തിരിക്കൂലാണ്. ഈ എ സി വെച്ച ആൾക്ക് അകത്തിരിക്കാനുള്ള സൗകര്യം കിട്ടാത്ത അവസ്ഥയാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ ആദ്യമൊക്കെ എതിർപ്പൊക്കെ ഉണ്ടാവാം, ഇന്നതിങ്ങനെ ശരിയായിക്കോളും. അപ്പോൾ എ സി ഒക്കെ നമുക്ക് ഫുൾ ടൈം ഇടാൻ പറ്റും സോളാറൊക്കെ വെച്ചാൽ. പക്ഷേ സോളാറിനെ കുറിച്ച് പിന്നെ ആലോചിക്കാം. നമുക്ക് ഒരു 10 ലക്ഷം രൂപ ഉണ്ടല്ലോ, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തീർക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സഹോദരിമാർ, നമ്മുടെ ജീവിതത്തിലൊക്കെ ലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, പല പരീക്ഷകൾ എഴുതുന്ന ആളുകൾ ദുആ ചെയ്യാൻ പറയാറുണ്ട്. JRFന് വേണ്ടി, നെറ്റിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ പറയാറുണ്ട് പല ആളുകളും. അള്ളാഹു അവർക്കൊക്കെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ മക്കളില്ലാത്ത വിഷയം പറഞ്ഞു. മക്കളെ നൽകേണ്ടത് അള്ളാഹുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ നമ്മൾ സ്വതക്ക ചെയ്യും. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആരാണ് എനിക്ക് വേണ്ടി ഏറ്റവും നല്ല സ്വതക്ക നൽകുന്നത്? ഇതാ നോക്കിക്കോളൂ, അള്ളാഹു പറയാണ്, ആരാണ് അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നത്? അള്ളാഹുവിന് എന്തിനാ കടം? പടച്ചോ, നിങ്ങളോട് ആരെങ്കിലും കടം ചോദിച്ചിട്ടുണ്ടോ? ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ഇതേപോലെ ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, നബി എന്തിനാണ് അള്ളാഹുവിന് കടം? പൈസ എന്തിനാ? അള്ളാഹ് ബിസിനസ് തുടങ്ങാനുണ്ടോ? പടച്ചോൻ എന്തിനാ പൈസ? പടച്ചോൻ നമുക്ക് തരണ്ടല്ലേ, പിന്നെ പടച്ചോൻ എന്തിനാ കടം നോക്കുന്നുണ്ട്? അള്ളാഹുവിന് നല്ല കടം കൊടുക്കുന്നവർ ആരാ? ഈ നല്ല കടം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശം? കടം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ നല്ല കടം എന്ന് പറഞ്ഞു എന്താ അതുകൊണ്ട് ഉദ്ദേശം? എന്താണ്? പറഞ്ഞോളൂ. വലിയ കടം, കൂടുതൽ, വേറെന്താ? വെരി ഗുഡ്. വേറെന്താ ഉണ്ടാവും അഭിപ്രായങ്ങൾ? എല്ലാവരും ഇടപെട്ടാൽ നല്ല കാര്യമാണ്. നമുക്കിങ്ങനെ ഒരു ശീലം ഉണ്ടാവില്ലല്ലോ ഇടപെട്ടിട്ട്. മദ്രസയിലൊക്കെ പണ്ട് 4-5 ക്ലാസ്സൊക്കെ പോയിട്ടുണ്ടാവും, പിന്നെ മദ്രസയും സ്കൂളും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഒരു ഡിസ്കഷൻ നടന്നിട്ട് ഒരു ക്ലാസ് ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എണീറ്റിട്ട് പറയാൻ മടി, ഞാൻ പറഞ്ഞ തെറ്റിയാൽ ആളുകൾക്കിടയിൽ ഒരു ചമ്മലല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഖർളൻ ഹസന എന്ന് പറഞ്ഞ ഞാൻ ഉദാഹരണം പറയാം നിങ്ങളോട്. നല്ല കടം എന്നാണ് ഉപയോഗിച്ചത്. ഉദാഹരണം, ഒരു മാസത്തിൽ 50,000 വരുമാനമുള്ള ഒരാൾ ഈ സദസ്സിലുണ്ടാവും. 1 ലക്ഷം വരുമാനമുള്ളവരുണ്ടാകും. 10,000 രൂപ വരുമാനമുള്ളവരുണ്ടാവും ഈ സദസ്സിൽ. അപ്പൊ ഈ 1 ലക്ഷം രൂപയുള്ളവൻ 1000 രൂപ പള്ളിക്ക് കൊടുത്തു. 50,000 ഉള്ളവൻ 1000 രൂപ കൊടുത്തു. 10,000 രൂപ വരുമാനമുള്ളവനും 1000 രൂപ കൊടുത്തു. ഇതിലേതാ ഖർളൻ ഹസന? ഏറ്റവും നല്ല കടം ഏതാ? എല്ലാവരും കൊടുത്തത് 1000 ആണ്. ഏതാ ഏറ്റവും നല്ല പൈസ? 10,000 ഉള്ളവൻ 1000 കൊടുത്തതാണ് ഏറ്റവും നല്ല പൈസ. ഇതില് കൊടുത്തത് ഞാനും 1000 കൊടുത്തല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വരുമാനം 1 ലക്ഷമാണ്. അപ്പോൾ ഞാനും കൊടുത്തല്ല 1000, നിന്റെ വരുമാനം 50,000 ആണ്. ഇയാളുടെ വരുമാനം എത്രയാ? 10,000 ആണ്. ഈ 10,000-ൽ നിന്നാണ് ഇയാൾ 1000 കൊടുക്കുന്നത്. അപ്പൊ ഖർളൻ ഹസന, ഏറ്റവും നല്ല കടം ഇയാളുടേതാണ്. എന്തുകൊണ്ട്? ഇയാളുടെ വരുമാനം വളരെ കുറവാണ്. ഇയാളുടെ വരുമാനത്തിന്റെ 10% കൊടുത്തു അല്ലെ? 10,000-ന്റെ 1000 10% ആയില്ലേ? 10% കൊടുത്തു ഇയാൾ. 50,000 ഉള്ള ആൾ 1000 കൊടുത്ത എത്രയാവുക? ആകെ 2% ആവുള്ളൂ അല്ലെ? 1 ലക്ഷമുള്ള ആളുകൾ 1000 കൊടുത്ത എത്രയാ? 1% ആവുള്ളൂ. എനിക്കറിയില്ല, കണക്ക് തെറ്റിയാ പോരാ. നിങ്ങൾ വലിയ കണക്കിന്റെ ആളാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ 1000 ആണ് 3 ആളുകളും കൊടുത്തത് 1000 ആണ്. പക്ഷെ ഒരാളുടെ 1000 10% മാറി. 10% മാറി.
അപ്പൊ അയാളുടെ വരുമാനത്തിന്റെ 10% കൊടുത്തു, വേറെ ഒരാളൊരു വരുമാനത്തിന്റെ 1% കൊടുത്തു. പഠിച്ചോൻ ഏതാ ഇഷ്ടപ്പെടുക? പഠിച്ചോന് 10% നോക്കുക. എത്ര കൊടുത്തു എന്നല്ല പഠിച്ചോ നോക്കുക, എത്ര ശതമാനം കൊടുത്തു എന്നാണ് പഠിച്ചോ നോക്കുക. പഠിച്ചോന് എണ്ണം നോക്കേ ഇല്ലെങ്കിൽ എത്ര കൊടുത്തു, ലക്ഷം കൊടുത്തോ, അള്ളാഹ്ക്കത് വിഷയമല്ല. നിങ്ങൾ വരുമാനത്തിന്റെ എത്ര % കൊടുത്തു എന്നാണ് പഠിച്ചോ നോക്കുക. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു 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 ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടന്നു, ഒരു മത്സരം നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലൊരു പിരിവെടുക്കുകയാണ്. എല്ലാ പിരിവും ദീനിന് വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്ക് പിരിവൊന്നും ഇഷ്ടമല്ല. ഉസ്താദുമാര് പിരിവെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊയിലാര് തുടങ്ങി എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവർ വിചാരിക്കുക മൊയിലാരെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ് ഈ പിരിവ്. അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ മൊയിലാമാരൊക്കെ എന്തിനായി പിരിവെടുക്കുക? ഒന്നുകിൽ പള്ളി, അല്ലെങ്കിൽ മദ്രസ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ. ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും അല്ലല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ആരാണ്? അള്ളാഹുവിന്റെ ഹബീബ് ഒരു പിരിവെടുക്കുകയാണ്. ആ പിരിവെടുത്തപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷം തോന്നി. കാരണം എന്തേ? ബിസിനസ്സിൽ നല്ലൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, നല്ല പൈസ കൊടുക്കണം. കിട്ടിയ പ്രോഫിറ്റിന്റെ 50% എടുത്തിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ അള്ളാഹിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് പോയി. കണ്ടമാനുണ്ടല്ലോ പറേ, എനിക്ക് ഇന്നാലൊന്നൊരു ബിസിനസിന്റെ പ്രോഫിറ്റാണ്, ഞാനതെടുത്ത് കൊണ്ടുവന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെറിയ ഒരു സംഖ്യയുമായിട്ട് വന്നു. രണ്ടുപേരോടും അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഉമറേ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടുകാർക്ക് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? ഉമറേ, വീട്ടുകാർക്ക് ഭക്ഷണത്തിന് വേണ്ടി, ചെലവിന് വേണ്ടി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട് നബിയെ, ഞാൻ കൊണ്ടുവന്ന അതേ ഒരു സംഖ്യ വീട്ടിലുണ്ട്. കൊണ്ടുവന്ന 50 ലക്ഷമാണ് കൊടുത്തതെങ്കിൽ 50 ലക്ഷം വീട്ടിലുണ്ട്, 50,000 ആണ് കൊടുത്തതെങ്കിൽ 50,000 വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ചോദ്യം മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോടാണ്. സിദ്ദീഖേ, നിങ്ങളുടെ വീട്ടിൽ വല്ലതും ബാക്കിയുണ്ടോ? വീട്ടുകാരുടെ ചെലവിന് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ടോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഇല്ല നബിയേ, ഞാനൊരു നാണയത്തൊട്ട് പോലും എന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ഇനി അധ്വാനിച്ചിട്ട് വേണം. സിദ്ദീഖ് തങ്ങൾ കൊടുത്തത് ആകെ 1000 ആണെന്ന് സങ്കല്പിക്കുക. ഉമർ തങ്ങൾ കൊടുത്തത് 50,000 ആണ്. എണ്ണത്തിൽ സിദ്ദീഖ് തങ്ങളുടെ വളരെ തുച്ഛമാണ്. പക്ഷെ സിദ്ദീഖ് തങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് പോലും വീട്ടിലൊരു സംഖ്യ ബാക്കി വെച്ചില്ല, എല്ലാം എടുത്തു കൊടുത്തു. അഥവാ 100% ദീനിന് വേണ്ടി നൽകി. ഉമർ തങ്ങൾ 50% നൽകിയിട്ടുള്ളൂ. പക്ഷെ ഉമർ തങ്ങളുടെ 50% സിദ്ദീഖ് തങ്ങൾ കൊടുത്തതിന്റെ എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് ഉമർ തങ്ങൾ അവിടെ വിജയിച്ചോ? ഇല്ല. അവിടെ വിജയിച്ചത് സിദ്ദീഖ് തങ്ങളാണ്. ആകെ കൊടുത്തത് 1000 രൂപയാണ്. അതേപോലെയാണ് നമ്മുടെ സ്വതക്കകൾ. ഞാൻ പറയുന്നത്, ഞാൻ 10 ലക്ഷം കൊടുത്തു, ഞാൻ 1 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുത്ത് ഇഷ്ടക്കാരാകുമെന്ന് ആരും വിചാരിക്കണ്ട. ഒരുപക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നത് 1000 കൊടുത്ത ആളായിരിക്കാം. എന്തുകൊണ്ട്? അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കുടുംബം പോലും നേരെ ചെലവിന് കൊടുക്കാൻ കഴിയാതെ, മക്കളുടെ സ്കൂളിന്റെ ഫീസ് കെട്ടാൻ കഴിയാതെ കഷ്ടപ്പെടുന്നതിനിടയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം വരുന്നത്. അപ്പൊ എന്തെങ്കിലും സഹായിക്കണമല്ലോ, അള്ളാഹുവിന്റെ വീടാണല്ലോ എന്ന ഉദ്ദേശത്തോടെ തന്റെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അയാൾ കൊടുത്തു. ആകെ കൊടുത്തത് 1000 പക്ഷേ 1 ലക്ഷം കൊടുത്ത ആളെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഇയാളോടായിരിക്കും. അപ്പൊ ഈ 1 ലക്ഷം കൊടുത്ത ആൾക്ക് ഇയാളെ മറികടക്കാൻ എന്താ വഴി? 1 ലക്ഷം കൊടുത്ത ആൾക്ക് ഇയാളെ മറികടക്കാൻ എന്താ വഴി? അയാൾ ഒരു പക്ഷേ 10 ലക്ഷം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 20 ലക്ഷം കൊടുക്കേണ്ടി വരും. ഇവിടെ സംഖ്യ ഇത്ര വലുപ്പമുള്ളത് കൊണ്ട് പഠിച്ചവനടുത്ത് രക്ഷപ്പെടോ? ഇല്ല. ഇയാളെ മറികടക്കണമെങ്കിൽ ഇയാളെക്കാളും വലുത് നമ്മൾ കൊടുക്കണം. എങ്ങനെ വലുത്? ഇയാളെക്കാളും വലിയ ശതമാനം കൊടുക്കണം നമ്മൾ. ഇയാളുടെ വരുമാനത്തിന്റെ 10% കൊടുത്തപ്പോ നമ്മൾ 1% പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇനിയും നമ്മൾക്ക് കൊടുക്കാനുള്ള അവസരമുണ്ട്. ആരാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്? ഖർളൻ ഹസന, ഏറ്റവും നല്ല കടം ആരാണ് അല്ലാഹുവിന് കൊടുക്കുന്നത്? ഫയുളാഇഫഹു ലഹു അളആഫൻ കസീറ, അവർക്ക് അല്ലാഹു തആല ധാരാളം ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. യുളാഇഫഹു എന്ന് പറഞ്ഞാൽ തന്നെ ഇരട്ടിയാകുമെന്നാണ്. 50,000 കൊടുത്തവന് 1 ലക്ഷമാണ് ഇരട്ടി എന്ന് പറയുന്നത്. 1 ഇരട്ടിയാണോ? അല്ല. അളആഫൻ കസീറ,
ധാരാളം ഇരട്ടിയാക്കി അള്ളാഹു തിരിച്ചു നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇത് അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്ന ഒരു ആയത്താണ്. അപ്പൊ ഇത് ഖുർആനിൽ പറയുന്ന ഒരു ആയത്താണ്. നമ്മൾ എന്ത് കൊടുത്താലും അള്ളാഹു അതിന്റെ ഇരട്ടി നമ്മൾക്ക് തരുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല കടം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു ആയത്തുണ്ട്, من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. ഇത് കേട്ടപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കളിൽ പ്രമുഖരായ ഒരുപാട് സ്വഹാബാക്കൾ അവരുടെ വിലപ്പെട്ട തോട്ടങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്. 500 കണക്കിന് ഈന്തപ്പനകളുള്ള ഏക്കർ കണക്കിന് തോട്ടങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്. മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ബൈറുഹാ തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്. എന്തുകൊണ്ടാണ്? അള്ളാഹു എനിക്ക് ഇതിനേക്കാളും വലിയ പകരം ദുനിയാവിലും ആഖിറത്തിലും തരുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് മക്കളില്ലാത്ത ആളുകളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സാലിഹീങ്ങളായ മക്കളെ കിട്ടാൻ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നല്ലൊരു സംഖ്യ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പടച്ചവനെ നിന്റെ വജഹിന് വേണ്ടിയാണ് ഞാനിത് സ്വതക്ക ചെയ്തത്. ലവലേശം പോലും നമ്മുടെ ഹൃദയത്തിൽ ഭൗതികമായ ചിന്തയുണ്ടാവാൻ പാടില്ല, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല, പേരും പ്രശസ്തിയും ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വജഹ് മാത്രമാവണം നമ്മുടെ ഉദ്ദേശം. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മൾക്ക് മക്കളെ തരാതിരിക്കില്ല. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനോട് ഖൈറായ മക്കളെ തരാൻ ദുആ ചെയ്യുക. കാരണം അള്ളാഹു ഒരു പക്ഷേ നമ്മുടെ ഖൈർ ഉദ്ദേശിച്ചിട്ടാവാം മക്കളെ തരാത്തത്. അങ്ങനെയുണ്ട്. അള്ളാഹു നമ്മുടെ ഖൈർ ഉദ്ദേശിച്ചിട്ടാവാം മക്കളെ തരാത്തത്. ഈ മക്കൾ നിനക്ക് ജനിച്ചാൽ നിന്റെ ഭാവിയിൽ ഇവര് നിങ്ങൾക്ക് പ്രയാസമായി തീരും. ഇപ്പൊ നമ്മൾക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടി കാരണം നമ്മൾക്ക് തല താഴ്ത്തി നടക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? ഈ കുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ മതിയായിരുന്നു എന്നല്ലേ, അല്ലെ? ഒരു കുട്ടി എന്നും നമ്മൾക്ക് തലവേദനയാണ്. കഞ്ചാവിലും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിമയായി നാട്ടിൽ തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും കൊലപാതകവും വ്യഭിചാരവും എല്ലാ തോന്നിവാസത്തിനും നേതൃത്വം കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്താ ആ കുട്ടിയെ കുറിച്ച് ചിന്തിക്കുക? എന്താ ചിന്തിക്കുക? വേണ്ടായിരുന്നു എന്നല്ലേ? എല്ലാവരും അങ്ങനെ ചിന്തിക്കുക അല്ലെ? വേണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കുട്ടിയാൾ ചോദിച്ച് പഠിച്ചു കൊടുത്ത കുട്ടിയായിരിക്കാം. അള്ളാഹിനോട് മക്കളില്ലാതെ 4-5 വർഷമായി ദുആ ചെയ്ത് പഠിച്ചോ കൊടുത്ത കുട്ടിയായിരിക്കും ഈ തോന്നിവാസമൊക്കെ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു നമ്മുടെ ഖൈർ വിചാരിച്ച് തരാത്തതാവാം. നിനക്ക് കുട്ടി ലഭിക്കാതിരിക്കലാണ് നല്ലത് എന്നായിരിക്കാം അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷേ നമ്മുടെ ചോദ്യം കാരണം അള്ളാഹു നമ്മൾക്ക് തന്നു. ആ തരുമ്പോ നമ്മൾ എന്തിനാ ദുആ ചെയ്യേണ്ടത്? കുട്ടിക്ക് വേണ്ടിയിട്ടല്ല. അള്ളാഹുവേ ഖൈറായ കുട്ടിയെ എനിക്ക് തരണേ അല്ലാ, അങ്ങനെ ദുആ ചെയ്യണം. കുട്ടി ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ആരും ദുആ ചെയ്യരുത്. മുഅ്മിനീങ്ങളെ, ഞാൻ വീണ്ടും ഇത് ഉണർത്താൻ കാരണം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അള്ളാഹുവേ സ്വാലിഹായ ഖൈറായ കുട്ടിയെ എനിക്ക് നീ തരണേ അല്ലാ, അങ്ങനെ ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനി നമ്മൾക്ക് മക്കളെ വേണ്ട എന്നായിരുന്നു തീരുമാനമെങ്കിൽ ഈ മക്കള് കാരണം നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അള്ളാഹു തടഞ്ഞു വെച്ചതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കാരണം ആ തീരുമാനം മാറ്റി സ്വാലിഹായ ഖൈറായ കുട്ടിയെ അള്ളാഹു തരും. അള്ളാഹു നമ്മൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, ഖൈറായ മക്കളാക്കി തരട്ടെ, കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ, ദീനിനും മാതാപിതാക്കൾക്കും നാടിനും ഉപകരിക്കുന്ന മക്കളാകട്ടെ, ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യ്, പടച്ചവനെ സാലിഹായ ഖൈറായ മക്കൾ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യ്. അള്ളാഹു തരും. അല്ലെ? അള്ളാഹു അത്ഭുതങ്ങൾ കാണിച്ചിട്ടില്ലേ മക്കളുടെ വിഷയത്തിൽ? ഇല്ലേ? അള്ളാഹു മക്കളുടെ വിഷയത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടില്ലേ? ഇല്ലേ? എവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്? മക്കളുടെ വിഷയത്തിൽ അള്ളാഹു അത്ഭുതം കാണിച്ച സ്ഥലങ്ങൾ ഏതൊക്കെ? ആർക്കൊക്കെ എപ്പോഴൊക്കെ അള്ളാഹു മക്കൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? ആരെങ്കിലും പറഞ്ഞു? ഇബ്രാഹിം നബിക്ക് എപ്പോഴാ മക്കളെ കൊടുത്തത്? യെസ്, ഇബ്രാഹിം നബിക്ക് 100ാമത്തെ വയസ്സിലാണ് മക്കളെ കൊടുത്തത്. ഇബ്രാഹിം നബിക്ക് 100 വയസ്സ് കഴിഞ്ഞു മക്കള് കിട്ടുമ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? 100ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുമോ?
അന്ന് 130, 200 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാലും 100 വയസ്സ് വരെ കാത്തിരുന്നിട്ട് 100ാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ? വേറൊരു അത്ഭുതം, വേറൊരാള് ആരാണ്? പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ, പ്രശ്നമില്ല. മറിയം ബീവിക്ക് കുട്ടി ഉണ്ടായി, അത്ഭുതമല്ലേ? എങ്ങനെയാ മറിയം ബീവി കുട്ടി ഉണ്ടായത്? മറിയം ബീവി കല്യാണം കഴിച്ചോ? മറിയം ബീവിക്ക് ഭർത്താവുണ്ടോ? ഇല്ല, പിന്നെ എങ്ങനെ കുട്ടി ഉണ്ടായി? വ്യഭിചാരമാണോ? അല്ല, പിന്നെ എങ്ങനെ ഉണ്ടായി? അള്ളാഹു കൊടുത്തു. അള്ളാഹു കുട്ടി കൊടുക്കാന്ന് വിചാരിച്ചാൽ അവിടെ ഒരു ഭർത്താവിന്റെ ആവശ്യമുണ്ടോ? ഡോക്ടർ പറയാണ് ഭർത്താവിൽ നിന്ന് കുട്ടി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറയാണ്. പക്ഷെ അള്ളാഹുവിന് അതിന്റെ ആവശ്യമുണ്ടോ? ഭർത്താവില്ലാതെ തന്നെ കുട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഡോക്ടറോട് പറയേണ്ടത്. ഒരു ആണില്ലാതെ തന്നെ അള്ളാഹു കുട്ടിയെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മരുന്നെടുക്കണം, ഹോസ്പിറ്റലിൽ പോകണം, കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം, സബബ് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് കുട്ടി ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഇണചേരണം. അള്ളാഹു മക്കളെ തരും. അള്ളാഹു അത്ഭുതങ്ങൾ പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ട്. മറിയം ബീവിക്ക് ഒരു ഭർത്താവില്ലാതെയാണ് അള്ളാഹു കുട്ടി കൊടുത്തത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ സക്കരിയ നബിക്ക് അള്ളാഹു എപ്പോഴാണ് കുട്ടിയെ കൊടുക്കുന്നത്? അന്ന് നിങ്ങൾ ചിന്തിക്കും 100, 200, 300 വയസ്സ് വരെ ജീവിച്ചിട്ടില്ലേ? നൂഹ് നബി 950 വർഷം ജീവിച്ചിട്ടില്ലേ? അപ്പൊ 100ാമത്തെ വയസ്സിൽ കുട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമല്ലല്ലോ. സക്കരിയ നബിയുടെ സംഭവം, അള്ളാഹുവിനോട് ദുആ ചെയ്തു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. എന്താണ് ദുആ ചെയ്തത്? قال رب إني وهن العظم مني واشتعل الرأس شيبا إني وهن العظم مني. മുട്ടുവേദന, കാലുവേദന ഒക്കെ വയസ്സാകുമ്പോൾ പറയാറില്ലേ? ഇന്നിട്ട് കസേര ഇരുന്നിട്ട് നിസ്കരിക്കണം, കുറേ സമയം ഇരിക്കാൻ കഴിയുന്നില്ല, നടുവേദന, അങ്ങനെയൊക്കെ പറയാറില്ലേ? അതെ, ഇന്നി വഹനൽ അൽമു മിന്നി. അല്ലാഹുവേ, എന്റെ എല്ലുകൾ ബലഹീനമായിരിക്കുകയാണ്, പഴയതുപോലെ ഓടാനോ നടക്കാനോ കഴിയുന്നില്ല, നടുവേദന, മുട്ടുവേദന ഒക്കെ വയസ്സായി. ഇന്നി വഹനൽ അൽമു മിന്നി. പിന്നെയോ വഷ്തഅല റഅസു ശൈബാ. മുടിയൊക്കെ നോക്കിയൊക്കെ നേർച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ മുടി, എൻ്റെ മുടി നേർച്ചു പോളു. വയസ്സ് 30 തികയുന്നതിന് മുമ്പേ നമ്മുടെ മുടിയൊക്കെ നേർച്ചു കഴിഞ്ഞു. ഇത് ആ ഒരു നിരയല്ല, പിന്നെയോ വയസ്സായ നിരയാണ്. വഷ്തഅല റഅസു ശൈബാ. തലമുടിയെല്ലാം നിരബാധിച്ചു തുടങ്ങി. തലമുടിയെല്ലാം നിരബാധിച്ചു തുടങ്ങി. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹുവേ, എന്നാലും ഞാൻ ദുആയിൽ നിരാശനല്ല. ശ്രദ്ധിച്ചോളണം, മക്കളുണ്ടാവാനുള്ള സാധ്യതകളൊക്കെ അടഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ദുആ ചെയ്യുമ്പോൾ പ്രതീക്ഷയില്ലാതെ ദുആ ചെയ്യരുത്. മക്കളുണ്ടാവാനുള്ള സാധ്യതകളൊക്കെ അടഞ്ഞുപോയി. അഥവാ ഒരു മനുഷ്യന് ശാരീരികമായി ഇണചേരാനുള്ള ആരോഗ്യം പോലുമില്ല. പ്രായം അതിന്റെ ആധിക്യത്തിലെത്തി. 90, 100 വയസ്സായിട്ട് എന്ത് ഇണചേരാനാ? എങ്ങനെ ബന്ധപ്പെടാനാ? തലമുടി നരച്ചു, ഓക്കെ, തലമുടി നരച്ചു എന്ന് പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എല്ലുകളൊക്കെ വയസ്സായി ദ്രവിക്കാൻ തുടങ്ങി പഠിച്ചോനെ, എല്ലുകളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി പഠിച്ചോനെ. എന്നിട്ടും പറയാൻ, പഠിച്ചോനെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ, ഞാൻ നിന്നോടുള്ള പ്രാർത്ഥനയിൽ നിരാശനല്ല, നീ ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നിട്ട് പറഞ്ഞു, വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറാ. അല്ലാഹുവേ, എനിക്ക് ശേഷം അനന്തരാവകാശികൾ വേണം. വകാനത് ഇംറഅതി ആഖിറാ. എന്റെ ഭാര്യ പ്രസവിക്കാത്ത മച്ചിപ്പെണ്ണാണല്ലോ. എന്താ പറയാ പ്രസവിക്കാത്ത പെണ്ണിന്? എന്താ പറയാ മലപ്പുറം ഭാഷയില്? മച്ചിപ്പെണ്ണെന്ന് അല്ലേ? ആണോ? അറിയില്ല, നിങ്ങളുടെ ഭാഷയൊന്നുമില്ല, നിങ്ങളുടെ പ്രത്യേക ഒരു ഭാഷയൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് പ്രസവിക്കാത്തൊരു പെണ്ണാണ് ആഖിറ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത ഒരു പെണ്ണാണ് എൻ്റെ ഭാര്യ. വന്യത എന്ന് പറയില്ലേ? വന്യയാണ് എൻ്റെ പെണ്ണ്. പ്രസവിക്കാത്തൊരു വന്യയായ ഒരു പെണ്ണാണ് എൻ്റെ പെണ്ണ്. പ്രസവിക്കാൻ കഴിയില്ല, വയസ്സ് കഴിഞ്ഞു. ഹൈല് നിന്നുപോയ പെണ്ണെന്നർത്ഥം. ഹൈല് നിന്ന് പോയാൽ പിന്നെ പ്രസവിക്കാൻ സാധ്യതയില്ല. ആയിസത്ത് എന്നാ പറയാ. ഹൈല് നിന്ന് പോയ പെണ്ണിന് ആയിസത്ത്, നിരാശ. എന്നാൽ അത് പ്രസവിക്കാൻ ഒരു പ്രതീക്ഷയില്ല, ഇനി പ്രസവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അപ്പൊ അങ്ങനെ ഒരു പെണ്ണാണ് എൻ്റെ പെണ്ണ്. അപ്പൊ ഇവിടെ പ്രസവിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഭാര്യയാണെങ്കിൽ മെൻസസ് പീരീഡ് നിന്നിട്ടുണ്ട്, അതോ വയസ്സായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എല്ലും എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ദ്രവിച്ചിട്ടുണ്ട്, തലമുടിയാണെങ്കിൽ നരച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ നിന്നിലുള്ള പ്രതീക്ഷ വിട്ടിട്ടില്ല റബ്ബേ. എനിക്ക് നിന്നോടുള്ള പ്രതീക്ഷ, നീ ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷ ഞാൻ കൈവിട്ടിട്ടില്ല.
എന്നിട്ടും ദുആ ചെയ്യാണ് ഫഹബിലി മിൻ ലദുൻക വലിയ, അല്ലാഹുവേ അതുകൊണ്ട് നല്ലൊരു കുട്ടി എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യോ? നമ്മൾ ദുആ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്യോ? ഈ വയസ്സായി എനിക്കൊരു കുട്ടിയെ വേണം, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, കാരണം മക്കളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അവർ പല പല സ്ഥലത്താണ്. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ കളിപ്പിച്ചിട്ട് മരണം വരെ ജീവിക്കാമായിരുന്നു എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ദുആ ചെയ്യോ? ദുആ ചെയ്യില്ല. എന്തേ? ഇനി എനിക്ക് കുട്ടി ഉണ്ടാവില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, ഹയലൊക്കെ നിന്ന് പോയി, ഇനി എങ്ങനെ കുട്ടി ഉണ്ടാവാനാ? അങ്ങനെ ചിന്തിച്ച് ദുആ ചെയ്യല്ല. എനിക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ട് റബ്ബേ. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയാ, അല്ലാഹുവേ എനിക്ക് നല്ലൊരു കുട്ടി വേണം. അപ്പോഴാണ് അല്ലാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിന് ഉത്തരം നൽകുന്നത്. യാ സക്കരിയ, അല്ലയോ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, കുട്ടി തരുമെന്ന് മാത്രമല്ല ആ കുട്ടിക്ക് യഹ്യ എന്ന് പേരിടണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. കുട്ടി തരുമെന്നല്ല, ഞാൻ തരാൻ പോകുന്ന കുട്ടിക്ക് യഹ്യ എന്ന പേര് നൽകണം. അങ്ങനെയുണ്ട്. എന്തുകൊണ്ടാണ് കിട്ടിയത്? എന്തുകൊണ്ടാണ് അവിടെ കിട്ടിയത്? ഞാൻ ദുആയിൽ നിന്ന് നിരാശനല്ല എന്ന ആ വാക്കാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നീ തരുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ആ പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടാവണം. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് പിന്നെ ദുആയിനുള്ള ഇജാബത്ത് നഷ്ടപ്പെടുന്നത്. ഒരിക്കലും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, നീ കുട്ടിക്ക് എന്ത് പേരിടണം? യഹ്യ എന്ന പേരിടണം. ഇത് കേട്ടപ്പോ സക്കരിയ നബിക്ക് അത്ഭുതം. ഇങ്ങനൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അള്ളാഹിനോട് പറയാണ്, അന്നാ യകൂലു ലീ ഗുലാം, അല്ലാഹുവേ എനിക്കെങ്ങനെയാണ് ഇനി കുട്ടിയുണ്ടാവുന്നത്? ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് റബ്ബേ കുട്ടിയുണ്ടാവുന്നത്? വകാനത് ഇംറാതി ആഖിറ, എന്റെ ഭാര്യ പ്രസവിക്കാത്ത, പ്രസവത്തിന്റെ സമയം കഴിഞ്ഞ പെണ്ണാണല്ലോ. വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ, ഞാൻ വാർദ്ധക്യത്തിൽ എന്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് വയസ്സനായി ഞാൻ മാറിയിട്ടുണ്ടല്ലോ, ഇനി എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാവുന്നത്? അല്ലാഹു പറഞ്ഞ മറുപടിയുണ്ട്, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ, അല്ലാഹുവിന് ഇത് നിസ്സാരമാണ്, അല്ലാഹുവിന് വലിയ പ്രയാസമല്ല. കുട്ടിയെ നൽകുക എന്നുള്ളത് അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. അള്ളാഹ്ക്ക് വിഷയമല്ല. നിങ്ങൾക്ക് എന്താ വിഷയം? നിങ്ങൾക്ക് വയസ്സായാലും എന്താ, ഭാര്യ പ്രസവിക്കാത്ത പെണ്ണായാലും എന്താ? അള്ളാഹുവിന് ഇത് വലിയ കഷ്ടമൊന്നുമില്ല, അള്ളാഹുവിന് വലിയ പ്രയാസമൊന്നുമില്ല. 30 വയസ്സ് കഴിഞ്ഞാൽ പ്രസവിക്കാൻ പ്രയാസമാണെന്നൊക്കെ പറയാറുണ്ട്. അതങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക. വയസ്സായി മെൻസസ് പോലും നിന്നുപോയ പെണ്ണിവിടെ പ്രസവിച്ചിട്ടില്ലേ? ഇതൊക്കെ പടച്ചോൻ തീരുമാനിക്കുന്ന വിഷയങ്ങളാണ്. എന്ന് വെച്ച് പടച്ചോനെ തന്നെ തവക്കുലാക്കി ഒരു മരുന്നെടുക്കാതെ ജീവിക്കണമെന്നല്ല. പടച്ചവനിൽ തവക്കുലാക്കി അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടെത്തി ഡോക്ടർമാരെ കാണണം, മരുന്നെടുക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദുആയിൽ നിന്ന് ഒരിക്കലും നമ്മൾ നിരാശരാവാൻ പാടില്ല. ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ നിരാശരാവാൻ പാടില്ല. അപ്പൊ ഇവിടെ ഈ സ്ഥലം ഇതങ്ങോട്ട് എത്തിയതുകൊണ്ടാ. ഈ സ്ഥലം പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞു. നേരത്തെ ഗുഹയിൽപ്പെട്ട 3 ആളുകൾ ഒരു നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതുപോലെ ഇങ്ങനെ ഒരു നന്മ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ എന്റെ ഉമ്മയുടെ ഖബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം കൊടുക്കണേ പടച്ചോനെ. എനിക്ക് മക്കളെ തരണേ അല്ലാഹ്. എന്റെ കടങ്ങൾ കൊടുത്തു വെട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ വീടിന്റെ പണി വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ മക്കളെ നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരണം വരെ മാരകമായ രോഗങ്ങൾ നൽകാതെ ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ കച്ചവടങ്ങളിൽ, സ്ഥാപനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്താണോ നമ്മുടെ ജീവിതത്തിലുള്ള ഉദ്ദേശങ്ങൾ, ഈ സദസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴേക്കും ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ തുടക്കത്തിൽ 7 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എത്ര എണ്ണം ഇപ്പൊ ഞാൻ പറഞ്ഞു? 7 എണ്ണത്തിൽ എത്ര എണ്ണം പറഞ്ഞു? 1 4 എണ്ണം. എത്ര പറഞ്ഞു? 4 എണ്ണം. 1 ഇൽമൻ അല്ലമ, ജനങ്ങളിലേക്ക് ഇൽമെത്തിക്കാനുള്ള ഏത് മാധ്യമം നിങ്ങൾ ഉപയോഗിച്ചാലും ജനങ്ങൾക്ക് ഇൽമെത്തിക്കാനുള്ള സംവിധാനങ്ങൾ. യൂട്യൂബിൽ നിങ്ങളൊരു പേജ് തുടങ്ങി. എന്താണ് ആ പേജിൽ? നിങ്ങൾക്ക് വരുമാനം കിട്ടാനല്ല,
അതിൽ ഏർണിംഗ് സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല. ഈ കേക്ക് ഉണ്ടാക്കി, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ ലോക്ക്ഡൗൺ സമയത്ത്, കേക്ക് ഉണ്ടാക്കുക, എന്നിട്ട് യൂട്യൂബിൽ നമ്മൾ ലൈക്ക് എടുക്കാൻ പറയുക, ഷെയർ ചെയ്യാൻ പറയുക, ബെല്ലൈക്കൺ അമർത്താൻ പറയുക, അല്ലേ? അങ്ങനെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ. കേക്ക് ഉണ്ടാക്കലും അങ്ങനെ കുറേ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കലും എന്തിന്? വരുമാനത്തിന് വേണ്ടിയാണ്. അതല്ല, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ച് നന്മകൾ ഷെയർ ചെയ്യണം. അപ്പൊ നല്ല നല്ല ഉപകാരപ്രദമായ അറിവുകൾ, പ്രഭാഷണങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമുകൾ, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന, ആഖിറത്തിലും ദുനിയാവിലും ഉപകരിക്കുന്ന നല്ല വിഷയങ്ങൾ, അഥവാ തെറ്റുകളില്ലാത്ത, സംശയാസ്പദമായ, ഫാബ്രിക്കേറ്റഡ്, പച്ച നുണകളല്ലാത്ത ദീനിയായ വിഷയങ്ങൾ, ദീനിലും ദുനിയാവിലും ഉപകരിക്കുന്ന നല്ല ഇൽമുകൾ, സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ നിങ്ങൾ ഒരു ബ്ലോഗോ പേജോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നന്മകൾ നിങ്ങൾ പ്രചരിപ്പിച്ചു. ഇത് നിങ്ങൾക്ക് നാളെ ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് വരുന്ന ഒരു നന്മയാണ്. ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് വരുന്ന നന്മയാണ്. ഇങ്ങനൊരു യൂട്യൂബിൽ പേജ് ഉണ്ടാക്കി ആയിരക്കണക്കിന്, ഇപ്പോൾ നമ്മുടെ തങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം അതാണ്. SKICR-ലൂടെ നൂറുദ്ദീൻ തങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം അതാണ്. നിരന്തരമായ പ്രഭാഷണങ്ങൾ. നൂറുദ്ദീൻ തങ്ങൾ നാളെ മരിച്ചു പോയാൽ അദ്ദേഹത്തിന് ഇതിന്റെ പ്രതിഫലം കിട്ടും. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം ചെയ്ത ഇൽമുകളുടെ. ആരൊക്കെ കേൾക്കും വാളുകൾ? വർഷങ്ങൾ കഴിഞ്ഞാലും വാളുകൾ കേൾക്കൂലേ? എത്ര ഉമ്മമാർ ഉറങ്ങുമ്പോൾ വാള് കേട്ട് ഉറങ്ങുന്ന ഉമ്മമാരുണ്ട്, എത്ര ഉപ്പമാരുണ്ട്, എത്ര വയസ്സന്മാരുണ്ട്, എത്ര രക്ഷിതാക്കളുണ്ട്, അല്ലേ? നിങ്ങളൊക്കെ കേൾക്കാറില്ല. ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ ഉപ്പമ്മൊക്കെ എപ്പോഴും എന്തെങ്കിലും ഒരു വാള് കേട്ടുണ്ടാവും. അതൊക്കെ ആരാ അപ്ലോഡ് ചെയ്യുന്നത്? അവർക്കാണ് അതിന്റെ പ്രതിഫലം. പക്ഷേ നീയത്ത് അല്ലാഹു ആകണം, അള്ളാഹുവിന്റെ പ്രീതിയാകണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇൽമൻ, ജനങ്ങളിലേക്ക് ഇൽമെത്തിച്ചു കൊടുക്കാൻ ഏത് മീഡിയകൾ നിങ്ങൾ ഉപയോഗിച്ചാലും അത് പാരത്രിക ലോകത്ത് ഉപകരിക്കുന്ന ഒരു അമലാണ്. ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് വരുന്ന നന്മയാണ്. രണ്ടാമത്തേത് എന്താ പറഞ്ഞത്? രണ്ടാമത്തേത് ഒരു നദി ഉണ്ടാക്കുക. മൂന്നാമത്തേത് പറഞ്ഞു ഒരു കിണർ കുഴിക്കുക. കിണറോ കുഴൽ കിണറോ അല്ലെങ്കിൽ വാട്ടർ ടാങ്കോ കൂളറോ എന്തെങ്കിലും ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. നാലാമതായി പറഞ്ഞത് ഒരു മരം നട്ടു വളർത്തി നമ്മൾ ആ മരത്തിൽ നിന്ന് പഴം കഴിക്കുന്നു. പ്ലാവ്, ചക്ക, ആ ജനങ്ങളതിൽ നിന്ന് ചക്ക തിന്നുന്നു. മാവ്, അതിൽ നിന്ന് മാങ്ങ തിന്നുന്നു. പേരക്ക, അങ്ങനെ എന്തുമായിക്കോട്ടെ, ഫ്രൂട്ട്സോ പച്ചക്കറിയോ, തണൽ മാത്രം നൽകുന്ന ഒരു മരമാണെങ്കിൽ പോലും അതുള്ള കാലത്തോളം ഖബറിലേക്ക് നന്മകൾ കടന്നു വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ ബനാ മസ്ജിദ, അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കി. പള്ളിയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പള്ളി ഉണ്ടാക്കി. ഈ പള്ളി ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഖബറിലേക്കുള്ള നന്മയാണ്. ആറാമതായി പറഞ്ഞത് ഔ വറസ മുസ്ഹഫ, പള്ളിയിൽ മുസ്ഹഫ് കാണുന്നു. ആ മുസ്ഹഫ് ഒരാളെടുത്ത് ഓതിയാൽ, അവിടെ കാണുന്ന മുസ്ഹഫ് എടുത്ത് ഒരാൾ ഓതി, ആ ഓതുന്നവന്റെ കൂലി ആ മുസ്ഹഫ് അവിടെ എത്തിച്ച ആൾക്കാണ്. ഇനി 2-3 മുസ്ഹഫ് ഇവിടെ ഫ്രീ ആണ്. പരിശുദ്ധ റമളാനിലൊക്കെ ഇരുന്ന് ഒരുപാട് ഓതാൻ മുസ്ഹഫുകൾ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ക്യാഷ് ചെലവഴിച്ച് നല്ല വലിയ മുസ്ഹഫുകൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഓതാൻ പറ്റുന്ന ഉപകാരപ്രദമായ ഒരു മുസ്ഹഫുകൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. ആളുകൾ അതെടുത്ത് ഓതുന്ന കാലത്തോളം, ആ മുസ്ഹഫ് കീറി അത് ഉപേക്ഷിക്കപ്പെടാത്ത കാലത്തോളം ആ ഓതുന്ന ഓരോ ആളുകൾ ഓതുന്ന ഓരോ ഹർഫിന്റെയും പ്രതിഫലം ആ മുസ്ഹഫ് കൊണ്ടുവച്ച ആളുകൾക്ക് അള്ളാഹു നൽകും. മുഅ്മിനീങ്ങളെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അവസാനമായി പറഞ്ഞത് ഔ തറക ബലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, മരണശേഷം നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാക്കണം. നമ്മൾ ഇന്ന് മരിച്ചു പോയാൽ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളുണ്ടെങ്കിൽ ആ മക്കളും നമ്മുടെ ഖബറിടത്തിലേക്ക് വരുന്ന സ്വാലിഹായ ജാരിയായ സ്വതഖയായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ഏതെങ്കിലും ഒരു പിതാവിന്റെയോ മാതാവിന്റെയോ മക്കളാണ്, അല്ലെ? നമ്മൾ ആകാശത്തിൽ നിന്ന് പൊട്ടി വീണതൊന്നുമല്ലല്ലോ. ഒന്നുകിൽ ഉപ്പ ഉമ്മ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടിരിക്കും. മരണപ്പെട്ടവരാണെങ്കിൽ ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളായി നമ്മൾ മാറണം. എങ്കിൽ ആ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും, അതിന്റെ ഉപകാരം കിട്ടും. എങ്ങനെ? ഇതാ ഉസ്താദെ, ഞാൻ എൻ്റെ പിതാവിന്റെ ഖബറിടം വെളിച്ചമാകാൻ, എൻ്റെ മാതാവിന്റെ ഖബറിടം വെളിച്ചമാകാൻ ഇതാ പള്ളിയുടെ ബാധ്യത ഇത്ര ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇന്നത്തെ രാത്രി തന്നെ അല്ലാഹുവേ നീ അവരുടെ ഖബറിടങ്ങൾ വെളിച്ചമാക്കണേ എന്ന് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഈ മക്കളായ നമ്മളെ കൊണ്ടുള്ള ഉപകാരം ഖബറാളികളായ മാതാപിതാക്കൾക്ക് കിട്ടും.
അവര് ചോദിക്കുമെന്നാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇന്നത്തെ രാത്രി ആരെങ്കിലും ഒരാൾ നല്ല ഒരു സംഖ്യ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്തു, പടച്ചോനെ എന്റെ ഉമ്മയുടെ ഖബറിടം നീ സ്വർഗീയമാക്കണേ അല്ലാ, അവർ ശിക്ഷ അനുഭവിക്കുന്നവരാണെങ്കിൽ ശിക്ഷയെ ഉയർത്തി കൊടുക്കണേ റബ്ബേ എന്ന് ഇന്നത്തെ ഈ രാത്രി ഒരാൾ ദുആ ചെയ്തു. എന്നിട്ട് നമ്മുടെ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഇന്നത്തെ രാത്രി ഖബറിൽ അത്ഭുതകരമായ സുഖങ്ങൾ അനുഭവിക്കാൻ അവസരമുണ്ടായി എങ്കിൽ അവർ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് ഒരു ഹദീസുണ്ട്, അന്നാലി ഹാദാ, പടച്ചവനെ ഇന്നലെ വരെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിച്ചിരുന്ന എനിക്ക് ഇന്നെങ്ങനെയാണ് റബ്ബേ ഖബറിൽ സന്തോഷം കിട്ടിയത് എന്ന് ചോദിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ചോദിക്കുന്ന ഇന്നത്തെ രാത്രി നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹിനോട് ചോദിക്കും, പടച്ചോനെ ഇന്നലെ വരെ നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് കഷ്ടപ്പെട്ട എനിക്ക് ഇന്നങ്ങനെ സ്വർഗപ്പൂന്തോപ്പിന്റെ മനോഹരമായ പരിമളം ലഭിക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞു. അപ്പൊ അല്ലാഹ് പറയുന്നൊരു മറുപടി നബിതങ്ങൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാരണത്താലാണ്, നിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാരണത്താലാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടി ഇതേപോലെ പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾക്ക് എത്ര സന്തോഷമുണ്ടാകും. ഇനി നിങ്ങളെല്ലാവരും നമ്മൾ ഖബറിൽ കിടക്കുന്ന രംഗം ഒന്ന് ഓർത്തു നോക്കൂ. നമ്മളെല്ലാവരും ഖബറിലാണ്. രാത്രിയുടെ ഇരുട്ടിന് പുറമെ ഖബറിന്റെ ശ്മശാന മൂകതയും കൂരിരുട്ടും, മലക്കുകളുടെ ഭീകരമായ താണ്ഡവവും, ജീവിതത്തിൽ ഇന്നേ അനുഭവിക്കാത്ത ശിക്ഷാമുറകളും, നരകത്തിന്റെ ഭയാനകമായ തീജ്വാലകൾ, ഇതൊക്കെ അനുഭവിച്ച് കഷ്ടപ്പെട്ട് വർഷങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുമ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ഖബറിടത്തിലേക്ക് മനോഹരമായ വെളിച്ചത്തിന്റെ കിരണങ്ങൾ ഇങ്ങനെ പറന്നു വരുന്നത്. മനോഹരമായ സ്വർഗത്തിന്റെ പരിമളവും മനോഹരമായ ഭക്ഷണങ്ങളും വിശാലതയും വെളിച്ചവും എല്ലാം നമ്മുടെ ഖബറിടത്തിലേക്ക് കിട്ടി. എന്തെന്നില്ലാത്തൊരനുഭൂതി, എന്തെന്നില്ലാത്തൊരു സുഖം, എന്തെന്നില്ലാത്ത ദുനിയാവിൽ പോലും കാണാത്ത ഒരു രസം. പടച്ചവനോട് ചോദിച്ചു, പടച്ചവനെ എങ്ങനെ എനിക്ക് ഈ ഖബറിൽ മാറ്റമുണ്ടായി? സ്വർഗത്തിലെത്തിയോ? ഖിയാമത്ത് നാൾ സംഭവിച്ചോ? അപ്പൊ അള്ളാഹു പറയുന്ന മറുപടി, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു എന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ ഓർത്ത് എത്രത്തോളം സന്തോഷിക്കും. ഇങ്ങനൊരു മക്കൾ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടുവല്ലോ എന്ന് ചിന്തിക്കൂലേ? അതേപോലെ നമ്മുടെ മാതാപിതാക്കളും ഈ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. നമ്മുടെ ഉമ്മ 10 മാസക്കാലം ഗർഭം ചുമന്ന് 2 വർഷക്കാലം മുലപ്പാല് നൽകി, ഒരു മിനിറ്റ് പോലും അടുത്തുനിന്ന് വിട്ടുനിൽക്കാൻ അനുവദിക്കാതെ കരഞ്ഞ് ഒരു 4-5 വർഷക്കാലം വളരെ പ്രയാസപ്പെട്ട് നമ്മെ പോറ്റു വളർത്തിയ നമ്മുടെ മാതാവ് മക്കളുടെ ദുആഇന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു സ്വതഖയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു ഇസ്തിഗ്ഫാറിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ആ മാതാപിതാക്കളെ ഇന്ന് നമ്മൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ നാളെ നമ്മെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ മക്കൾ ഇവിടെ ഉണ്ടാകും എന്ന് ഓർത്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അള്ളാഹു നമ്മൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മാതാപിതാക്കളോടൊപ്പം ഭാര്യസന്താനങ്ങളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ മുഅ്മിനീങ്ങളെ. അപ്പൊ അവസാനമായി പറഞ്ഞതാണ്, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, മാതാവിന്റെ വഫാത്തിന്റെ ശേഷം, മാതാവിന്റെ മരണശേഷം മക്കൾ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. അങ്ങനെയുള്ള മക്കൾ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ നന്മകൾ കടന്നു വരും. അവരുടെ നിസ്കാരം, അവരുടെ ഖുർആൻ പാരായണം, അവരുടെ സ്വതക്കകൾ, അവർ ചെയ്യുന്ന നന്മകൾ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് എത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മുഅ്മിനീങ്ങളെ, പള്ളിയിലേക്ക് വരുമ്പോൾ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല മുഞ്ചന്മാരായി വരണം, നല്ല സുന്ദരന്മാരായിട്ട് വരണം. ഉറങ്ങുമ്പോഴിട്ട ട്രാക്ക് ഷൂട്ട്, അതിലൊരു പക്ഷേ മൂത്രമൊഴിച്ചിട്ടുണ്ടാവാം അല്ലേ? രാത്രി ഉറങ്ങുമ്പോഴിട്ടതാണ്, നജസുണ്ടോ എന്നറിയില്ല. പല്ല് തേക്കാതെ പള്ളിയിലേക്ക് വരരുത്. കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് എങ്ങനെയാണോ ഒരു കല്യാണത്തിന് പോകുന്നത്, എങ്ങനെയാണോ ഒരു സൽക്കാരത്തിന് പോകുന്നത്, അതേപോലെ പള്ളിയിലേക്ക് വരണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി, അതേപോലെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. യാ ബനീ ആദം, ഓ ആദം സന്തതികളെ, ഓ ജനങ്ങളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ഏത് പള്ളിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും നിങ്ങൾ നല്ല സുന്ദരന്മാരായിട്ട് പോകണം, അണിഞ്ഞൊരുങ്ങി പോകണം. പള്ളിക്കല്ല, അതിനിപ്പോ എന്തിനാ? പള്ളിക്കല്ലേ. നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോ നല്ല ഷഡ് ഇട്ടിട്ട് പോവോ? 3x4 ഇട്ടിട്ട് പോവോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോഴും അങ്ങനെ വരരുത്.
നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന കല്യാണത്തിന് പോകുമ്പോൾ കള്ളി തുണിയൊക്കെ എടുത്തിട്ട് പോവോ? ഇല്ല. അപ്പോൾ പള്ളിയിലേക്ക് ഞാൻ കൊല്ലിപ്പുഴ കുറ്റപ്പെടുത്തല്ലേ. പള്ളിയിലേക്ക് പോകുമ്പോഴും ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു വരണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലിങ്ങനെ, അന്ന് കണ്ണാടി ഇല്ലല്ലോ, കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടി അന്നില്ലല്ലോ. അപ്പം നബി തങ്ങൾ പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളം നോക്കിയിട്ട് താടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ആര് കണ്ടു? ആയിഷാ ബീവി കണ്ടു. അപ്പം നബി തങ്ങളോട് ആയിഷാ ബീവി വെച്ചു, നബി നിങ്ങളിങ്ങനെ സ്റ്റൈലാക്കലുണ്ടോയെന്ന് ചോദിച്ചു. നിങ്ങളിങ്ങനെ സ്റ്റൈലാക്കലുണ്ടോ? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അള്ളാഹുവിനത് ഇഷ്ടമാണ്. അള്ളാഹുവിനത് ഇഷ്ടമാണ്. അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഭംഗിയുള്ളവനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. മുഅ്മിനീങ്ങളെ, നമ്മളിങ്ങനെ ഒരു വികൃതരായി പ്രാകൃതരായി ജീവിക്കരുത്. നമ്മൾ കാണുമ്പോൾ ജനങ്ങൾക്ക് അറപ്പ് തോന്നിക്കുന്ന രീതിയിൽ മുസ്ലിമീങ്ങളെ നമ്മളായി മാറരുത്. ഇസ്ലാം താടിയുടെ വിഷയത്തിൽ നിങ്ങളിങ്ങനെ ഇർസാൽ അഴിച്ചിടണമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ താടി വളർത്തണമെന്നല്ല. താടി ഇങ്ങനെ അഴിച്ചിടണം, അതൊക്കെ മനോഹരമാക്കണം. എന്നിട്ട് ജനങ്ങളെ വെറുപ്പിക്കാത്ത രീതിയിൽ, ജനങ്ങൾക്ക് വെറുപ്പ് തോന്നാത്ത രീതിയിൽ പള്ളിയിലേക്ക് വരുമ്പോൾ പല്ല് തേക്കാതെ വരരുത്, ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിലേക്ക് വരരുത്, വസ്ത്രം അലക്കാതെ അയൺ ചെയ്യാതെ അത്തർ പൂശാതെ പള്ളിയിലേക്ക് വരരുത്. ഇതൊക്കെ പൊതുജനങ്ങളുള്ള സ്ഥലമാണ്. തൊട്ടുപുറത്ത് നിസ്കരിക്കുന്നവൻ ബീഡിയും വലിച്ച് സീസറും വലിച്ച് പല്ല് തേക്കാതെ വന്ന് ഫാത്തിഹ ഓതുമ്പോൾ തൊട്ടപ്പുറത്തുള്ളവന്റെ വായിലെ മൂക്കിലേക്കാണ് അവന്റെ സീസറിന്റെയും പുകവലിയുടെയും സ്മെല്ല് പോകുന്നത്, ഗന്ധമെത്തുന്നത്. അപ്പൊ ഇയാൾക്കൊരു വെറുപ്പ് തോന്നി. ഇയാൾക്ക് എന്തേ പല്ല് തേച്ചൂടെ? പള്ളിയിലേക്ക് വരുമ്പോഴാണോ സീസർ വലിച്ചു വരുന്നത്? ഇയാൾക്ക് എന്തേ പല്ല് തേച്ചൂടെ? പള്ളിയിലേക്ക് വരുമ്പോഴാണോ ഉള്ളി തിന്ന് പള്ളിയിലേക്ക് വരുന്നത് എന്ന് തോന്നിപ്പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരവാദികളാകും. നമ്മൾ കാരണം ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. വിയർത്ത് ശരീരമാകെ ദുർഗന്ധമുണ്ട്, ഇന്നലെ ഇട്ട വസ്ത്രമാണ്, ജോലി കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടില്ല, സ്മെല്ലുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് കുളിച്ച് നല്ല അത്തർ പൂശി പള്ളിയിലേക്ക് വരണം. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. ഈ പള്ളി എന്നുള്ളത് വെറും നിസ്കാരത്തിനുള്ള സ്ഥലം മാത്രമല്ല, ഖുർആൻ ഓതാനുള്ള സ്ഥലം മാത്രമല്ല. ഇവിടെ നിന്നാണ് സംസ്കാരം പടർന്ന് പന്തലിക്കേണ്ടത്. ഇവിടെ വെച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തിന് ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹത്തായ സംസ്കാരം എത്തിച്ചു കൊടുത്തത്. മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ആദ്യമായി നബി തങ്ങൾ ചെയ്തത് ഖുബ എന്ന് പറയുന്ന പള്ളി നിർമ്മാണമാണ്, അല്ലെ? ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ എന്ന് പറയുന്ന പള്ളിയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. നബി തങ്ങൾ മദീനയിലെത്തുന്നത് വരെ ഒരു സ്ഥലത്ത് മഹാനായ അലി തങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഉംറക്ക് പോയ ആളുകൾക്ക് മസ്ജിദ് ഖുബ അറിയില്ലേ? മസ്ജിദ് ഖുബ, അവിടെ നിസ്കരിച്ചാൽ ഉംറ ചെയ്ത പ്രതിഫലം ഉണ്ടെന്നാ. പോയിട്ടില്ലേ? പോയ ആളൊന്നും കൈ പൊക്കിയ ഖുബ മസ്ജിദ് കണ്ടവർ അവിടെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും. നബി തങ്ങൾ ആദ്യം മദീനയിൽ പോകുന്നതിന് മുമ്പ് ഖുബായിൽ പോയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തു. എന്തെന്നറിയോ? നേരെ മദീനയിൽ പോവാതെ എവിടെ വെയിറ്റ്? അവിടെ ഭാര്യമാരും കുട്ടികളൊക്കെ അവിടെ ഉള്ളത്. എന്താ എവിടെ നിന്നത്? അലി തങ്ങളെ വെയിറ്റ് ചെയ്യാൻ. അലി തങ്ങൾ മക്കയിൽ ഒരുപാട് ആളുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചതാണ് നബി തങ്ങളെ. നബി തങ്ങളെ മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചതാണ് എവിടേക്ക്? മദീനയിലേക്ക് ആട്ടി ഓടിച്ചതാണ്. ഓടിച്ചു എന്ന് മാത്രമല്ല, നബി തങ്ങളുടെ തലയെടുക്കുന്നവർക്ക് 100 വാഹനം സമ്മാനം നൽകി. 100 ഒട്ടകം. ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 100 ഇന്നോവ കാർ അല്ലെങ്കിൽ 100 ബെൻസ് സ്പോൺസർ ചെയ്തു നബി തങ്ങളുടെ തലയെടുക്കുന്നവർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു 100 ബെൻസൊക്കെ കിട്ടി ആരാ തലയെടുക്കാത്തത്? നമ്മൾ ഇന്ന് എടുക്കൂല. എന്തെന്നറിയോ? നമ്മൾ ഇന്ന് തലയെടുക്കാത്തത് ബെൻസിന് വേണ്ടിയിട്ട്, ഒരു ബെൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റിന് വേണ്ടിയിട്ട് തന്നെ തലയെടുത്താൽ പിറ്റേ ദിവസം പോലീസ് പിടിച്ച് ജയിലിലുണ്ടാവും, പിന്നെ ബെൻസ് ഉണ്ടാവില്ല, ഓട്ടോറിക്ഷ ഉണ്ടാവില്ല എന്നുള്ള ഭയം കാരണത്താലാണ്. അങ്ങനെയല്ല നമ്മൾ ഓട്ടോറിക്ഷ കൂടെ ഏറ്റെടുക്കാത്തത്. എന്നിട്ട് പോലും കാമുകന് വേണ്ടിയിട്ട് ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യമാരുണ്ട്, അല്ലേ? ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടാവാറില്ലേ? കാമുകന് വേണ്ടി, കാമുകന്റെ കൂടെ ജീവിക്കാൻ ഭർത്താവിനെ കൊല്ലും. എന്തിന്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കാമുകന്റെ കൂടെ സുഖമായി ജീവിക്കാം. പിറ്റേ ദിവസം പോലീസ് പിടികൂടും, കാമുകനുമില്ല, ഭർത്താവുമില്ല, ജയിലറയിൽ ഉണ്ടതെന്ന് ജീവിക്കേണ്ട ഒരവസ്ഥ. കാമുകിക്ക് വേണ്ടി ഭർത്താവ് ഭാര്യയെ കൊല്ലും, ഭാര്യയില്ലെങ്കിൽ കാമുകിയുടെ കൂടെ ജീവിക്കാം. അവസാനം എന്ത് സംഭവിക്കുന്നു? പോലീസ് പിടിക്കുന്നു, 2 പേർക്കും ജയിലറ. ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടു, പ്രണയ ജീവിതവും നഷ്ടപ്പെട്ടു. ആളുകൾക്കിടയിൽ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യം.
സംഭവിക്കാറില്ലേ? അപ്പൊ ഇന്നത്തെ സാഹചര്യം അതാണ്. നമ്മളൊരു കൊലപാതകം നടത്തിയാൽ എത്ര സ്വാധീനമുണ്ടെങ്കിലും പോലീസ് പിടികൂടും. പക്ഷെ അന്നത്തെ സ്വാധീനം, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയല്ല. നബി തങ്ങളുടെ തലയെടുക്കുന്നവൻ അന്ന് കിങ് മേക്കറാണ്, അന്ന് നാട്ടിലെ രാജാവാണ്. അന്ന് മക്കയിൽ ആരാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നവർ, അവർക്കാണ് അന്നു മുതൽ മക്കയുടെ സ്വാധീനം. അവരുടെ കീഴിലായിരിക്കും അന്നത്തെ ജനങ്ങൾ. അഥവാ 100 ഒട്ടകങ്ങൾക്ക് പുറമെ ആ മക്കയുടെ രാഷ്ട്രീയ സ്വാധീനം ഇയാളുടെ കയ്യിലാണ്. അയാളാണ് പിന്നെ കിങ് മേക്കർ, അയാളാണ് പിന്നെ അവിടുത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. ഇത്രയൊക്കെ അവസരങ്ങൾ കൊടുത്തു പരിശുദ്ധ ഹബീബിന്റെ തലയെടുക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഹബീബിനെ തലയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്രയൊക്കെ പീഡനം ചെയ്തിട്ടും ആ പീഡിപ്പിക്കുന്ന ആളുകളുടെ മുതൽ നബിത്തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അവർ പണ്ട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ. നബിത്തങ്ങൾ ഈ മുതലൊക്കെ അലിയത്തങ്ങളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പോവാൻ, നീ ഇത് അവകാശപ്പെട്ട അവകാശികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമേ മദീനയിലേക്ക് വരാൻ പാടുള്ളൂ. അങ്ങനെ നബിത്തങ്ങൾ ഖുബായിൽ പോയി അവിടെ പള്ളി നിർമ്മിച്ചു. അലിയത്തങ്ങൾ വന്നതിന് ശേഷം അലിയത്തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് പോയി. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ടാണ് മസ്ജിദുൻ നബവി നിർമ്മിച്ചത്. ഇന്ന് കാണുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളി നിർമ്മിച്ചത് മദീനയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിന്റെ മസ്ജിദുൻ നബവി 1000 റക്അത്ത് നിസ്കരിക്കാൻ, ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള പള്ളിയാണത്. ആ പള്ളിയിൽ പോയി അള്ളാഹുവിന്റെ ഹബീബ് ലോക ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ മഹത്തായ സംസ്കാരം എത്തിച്ചു കൊടുത്തു. എവിടേക്കൊക്കെയാണ് സന്ദേശങ്ങൾ എത്തിയത്? സ്പെയിന് വരെ എത്തി, ചൈന വരെ എത്തി, ഇന്ത്യയിലേക്ക് എത്തി, യൂറോപ്യൻ സാമ്രാജ്യങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എത്തി, ഇല്ലേ? റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവുമെല്ലാം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പ് സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കാലം. എന്നാൽ പ്രവാചകന്റെ ആഗമനം മുതൽ അവരുടെ കാലം ഡാർക്ക് ഏജ് എന്നറിയപ്പെടുകയാണ്. ഇസ്ലാമിനൊരു ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു, ഒരു സുവർണ കാലഘട്ടം. ആ സമയത്ത് യൂറോപ്യൻസിന് അതൊരു ഡാർക്ക് ഏജ് ആയിരുന്നു, ഇരുണ്ട യുഗമായിരുന്നു. യൂറോപ്യൻസ് കണ്ടുപിടിച്ചത് ഈ പരിശുദ്ധ ഹബീബിന്റെ സംസ്കാരം പിന്തുടർന്ന സ്വഹാബാക്കളെയാണ്. ലെറ്ററുകൾ, അക്ഷരമാലകൾ, പിന്നെ ഏതൊക്കെ സംവിധാനങ്ങൾ, പേപ്പർ നിർമ്മാണം. ഈ ചൈനയിൽ നിന്ന് പേപ്പർ നിർമ്മാണം പഠിച്ചു മുസ്ലിമീങ്ങൾ അബ്ബാസിയ കാലഘട്ടത്ത്. എന്നിട്ട് ഇഷ്ടംപോലെ കിതാബുകൾ എഴുതി, ഇഷ്ടംപോലെ കിതാബുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഗ്രീക്കിൽ നിന്ന് അറബിയിലേക്ക്, അറബിയിൽ നിന്ന് ഗ്രീക്കിലേക്ക്, അങ്ങനെ പരസ്പരം പുസ്തകങ്ങൾ, കിതാബുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. പണ്ഡിതന്മാരെ സമർഖന്ദിലേക്കും ബുഖാറയിലേക്കും ബഗ്ദാദിലേക്കും ആകർഷിച്ചു. എന്നിട്ട് അവർ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഇസ്ലാമിന്റെ മഹത്തായ സംസ്കാരം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്തു. ഈ സംസ്കാരത്തിൽ നിന്നാണ് ഈ ഗോൾഡൻ ഏജിൽ എന്താണോ ഇസ്ലാം ചെയ്തു കൂട്ടിയ സംസ്കാരങ്ങൾ, വിപ്ലവങ്ങൾ, അതാണ് പിന്നെ യൂറോപ്യൻസ് കടമെടുക്കുന്നത്. ഇസ്ലാമിക രാജ്യത്തെ തകർക്കുകയും ഇതെല്ലാം മുതലെടുത്ത് ഇസ്ലാമിക രാജ്യം വേൾഡ് വാറോടുകൂടി, ആദ്യത്തെ ലോകമഹായുദ്ധത്തോടുകൂടി ഇസ്ലാമിക സാമ്രാജ്യം തകരലോടുകൂടി പിന്നെ മുസ്ലിമീങ്ങളായ രാജ്യക്കാരെ പരസ്പരം കലഹിപ്പിച്ച് മുതലെടുക്കുന്ന ഒരു സംവിധാനമാണ് യൂറോപ്യൻസ് തുടക്കം കുറിച്ചത്. പിന്നെ അവരായി ലോകത്തിന്റെ സ്വാധീനം അവരുടെ കൈകളിലായി. മുസ്ലിമീങ്ങളെ വളരാൻ ഒരു നിലക്കും അനുവദിക്കാതെ പരസ്പരം തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഈ ഇന്ത്യ രാജ്യത്തും ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ മുഴുവനും നശിപ്പിച്ചത് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഇവിടെ വന്നതിന് ശേഷമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഇസ്ലാം ഇവിടെ എത്തിയെന്ന് ചരിത്രങ്ങളിൽ കാണാം. 6-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ഹബീബിന്റെ കാലത്ത് ചേരമാൻ പെരുമാൾ മുസ്ലിമാവുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് പോയി മുസ്ലിമായി തിരിച്ചു വരുന്ന വഴിയിൽ മഹാനായ ചേരമാൻ പെരുമാൾ വഫാത്തായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ, അത് നബിത്തങ്ങളുടെ കാലത്ത്. പിന്നെയോ 8-ാം നൂറ്റാണ്ടിൽ എന്നും അഭിപ്രായമുണ്ട്, 9-ാം നൂറ്റാണ്ടിൽ നിന്നും അഭിപ്രായമുണ്ട്. ഏതായാലും നമ്മൾ അംഗീകരിക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട, ചരിത്രത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മൾ സാഹചര്യങ്ങളും പിന്നെ ചരിത്രത്തിന്റെ ഓരോ വിഷയങ്ങൾ പല മേഖലകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പോൾ നമ്മൾക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് കേരളത്തിലേക്ക് ഇസ്ലാം എത്തി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കേരളത്തിലേക്ക് എത്തി എന്ന് മാത്രമല്ല, എങ്ങനെ എത്തി? നബിത്തങ്ങളുടെ കാലത്തിന് മുമ്പേ കേരളവുമായിട്ട് അറബികൾക്ക് ബന്ധമുണ്ടെന്നാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെ ബേപ്പൂരുമായിട്ട് ചന്ദനത്തിന്റെ ഇടപാടുകൾ, മരത്തിന്റെ ഇടപാടുകൾ, തേക്കുകളുടെ ഇടപാടുകൾ നടന്നിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ബേപ്പൂരിൽ നിന്ന് മരങ്ങൾ കൊണ്ടുപോയിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും നമ്മൾക്ക്. അപ്പൊ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെയുള്ള റോമൻ എംപയറിന് മുമ്പുള്ള സമയത്ത് തന്നെ
റോമൻ ചക്രവർത്തിമാരുടെ മുമ്പുള്ള സമയം മുതൽ തന്നെ ഈ കോസ്റ്റൽ ഏരിയയുമായിട്ട്, നമ്മുടെ തീരപ്രദേശവുമായിട്ട് അറബികൾക്കും അന്നത്തെ ഓരോ സഭായിൻ എന്ന് പറയുന്ന പല രാജാക്കന്മാർക്കുമായിട്ട് ഈ കേരളവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പേ കേരളവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്താ? നബി തങ്ങളുടെ വരവിന് മുമ്പേ കേരളവുമായിട്ട് ആർക്ക് ബന്ധമുണ്ട്? അറബികൾക്ക് ബന്ധമുണ്ട്. അറബികൾക്ക് മുമ്പുള്ള റോമൻ എംപയറിന് മുമ്പുള്ള ഈ സബായിൻസ് അവർക്കൊക്കെ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നബി തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ എന്താ ചെയ്തത്? ഓരോ രാജ്യക്കാർക്കും, ഓരോ രാജ്യത്തിലെ രാജാക്കന്മാർക്കും കത്തെഴുതി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയച്ചിരുന്നു. സ്വാഭാവികമായി സഹാബാക്കൾ നാടുനീളെ ഇസ്ലാമിന്റെ പ്രചരണവുമായിട്ട് നടക്കുമ്പോൾ ഇന്ത്യയിലേക്ക് എത്താൻ വല്ല പ്രയാസമുണ്ടോ? നബി തങ്ങളുടെ മുമ്പ് തന്നെ കച്ചവട ബന്ധമുണ്ടെങ്കിൽ ഈ നാട്ടിലേക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇസ്ലാം എത്താൻ വല്ല പ്രയാസമുണ്ടോ? ഉണ്ടോ? നബി തങ്ങളുടെ മുമ്പ് തന്നെ കച്ചവട ബന്ധമുണ്ടെങ്കിൽ നബി തങ്ങളുടെ കാലത്ത് ഇസ്ലാം എത്താൻ വല്ല പ്രയാസമുണ്ടോ? അപ്പൊ ചരിത്രകാരന്മാർ പലരും ഇസ്ലാം 8-ാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ എത്തിയത് എന്ന് ചരിത്രത്തെ വളച്ചൊടിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. നമ്മൾ പഠിക്കണം, നമ്മൾ റിസർച്ച് ചെയ്യാൻ ആളില്ല, നമ്മൾ പഠിക്കാൻ ആളില്ല, അധ്വാനിക്കാൻ ആളില്ല. അപ്പൊ നമ്മൾ അവർ പറയുന്നത് സമ്മതിക്കേണ്ടി വരും. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മഹത്തായ സംസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്നാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത്. ഈ പള്ളിയാണ്, ഇവിടെ നിന്നാണ് സ്വഭാവം പഠിക്കേണ്ടത്. ഇവിടെ നിന്നാണ് എങ്ങനെ ഒരു അധ്യാപകനോട് പെരുമാറണം, ഉസ്താദുമാരോട്, മാതാപിതാക്കളോട്, കുടുംബങ്ങളോട്, നാട്ടുകാരോട്, അയൽവാസിയോട് എങ്ങനെ പെരുമാറണം. ഈ സംസ്കാരമാണ്, ഈ സ്വഭാവമാണ് ജനങ്ങൾക്ക് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നിസ്കരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ളവന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള ദുർഗന്ധം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റൊരാളെ ശല്യം ചെയ്യരുത്. അങ്ങനെയാണ്. നിസ്കരിക്കുന്നു, മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നു, ആ നിസ്കാരം കൊണ്ട് ഉപകാരമില്ല. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാതെ വീട്ടിലിരുന്ന് നിസ്കരിക്കലായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ശല്യം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ നിസ്കാരത്തിന് വരുന്നത് കാരണം മറ്റുള്ളവർക്ക് ശല്യമാവുമെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്നതാണ് നല്ലത്. ഫർള് നിസ്കാരങ്ങൾ, പള്ളിയുടെ വിഷയം പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്. അപ്പൊ നിങ്ങളുടെ ഈ പള്ളിക്ക് ചുറ്റും കിടക്കുന്ന കുറച്ച് വീടുകളുണ്ട്. എത്ര വീടുണ്ടെന്ന് എനിക്കറിയാം. 100 വീടുണ്ടോ? 100 വീടുണ്ട്. അപ്പൊ ഈ 100 വീട്ടിലേക്കും മൈക്കിന്റെ സ്വാധീനമില്ലാതെ പള്ളിയുടെ മുകളിൽ കയറി രാത്രി ഒരു അർദ്ധരാത്രി 2 മണിക്ക് ഉറക്കെ നല്ല ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ബാങ്ക് കേൾക്കോ? 100 വീട്ടിലേക്കും ഇപ്പൊ വിളിച്ചാൽ കേൾക്കൂല. രാത്രി ഒരു 2 മണിക്ക് മൈക്കില്ലാതെ ഏറ്റവും മുകളിൽ പോയിട്ട് ബാങ്ക് കൊടുത്താൽ കേൾക്കൂലേ? രാത്രി മെഷീൻസ് ഇല്ല, ഫാൻ ഇല്ല, ശബ്ദങ്ങളൊന്നുമില്ല. അങ്ങനെ കേൾക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അവരൊക്കെ പള്ളിയിലേക്ക് വരൽ നിർബന്ധമാണ്. 5 നേരം പള്ളിയിലേക്ക് അവർ വരൽ നിർബന്ധമാണ്. മൈക്ക് വെച്ചിട്ട് നമുക്ക് കോഴിക്കോട്ട് കൊണ്ടുവരെത്തിക്കാം. ബാങ്ക് എടുക്കുന്നവരൊക്കെ ബാങ്ക് കേട്ടാ പള്ളിക്ക് വരണം എന്ന് പറയുകയാണെങ്കിൽ, മൈക്ക് വെച്ചിട്ട് പള്ളിക്ക് ബാങ്ക് കേട്ടാളൊക്കെ പള്ളിയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ടൗൺ, കാസർഗോഡ് വരെ ഈ മൈക്കിനെ ശബ്ദം എത്തിക്കാൻ പറ്റൂലേ? ബോക്സ് വെച്ചാൽ പോരെ, കിലോമീറ്റർ ബോക്സ് വെച്ചാൽ പോരെ. അപ്പൊ അതല്ല, ഏറ്റവും നല്ല ശബ്ദത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഇവിടെ ശാന്തമായിരിക്കുന്ന സമയത്ത് പള്ളിയുടെ ബാങ്ക് ആർക്കൊക്കെ കേൾക്കും അവരൊക്കെ പള്ളിയിലേക്ക് വരാൻ നിർബന്ധമാണ്. അവർ നാട്ടിലുണ്ടെങ്കിൽ നിർബന്ധമാണ്. ഇപ്പൊ യാത്രക്കാരായ ആളുകൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. നിങ്ങൾ കോഴിക്കോട് പോകുന്നു, കോഴിക്കോട് വെച്ച് ഇങ്ങ് ബാങ്കിന്റെ വിളി ആളും കേൾക്കുന്നു, അവിടെ ജമാഅത്തിന് ആ സമയത്ത് കൂടണം നിർബന്ധമൊന്നുമില്ല. കൂടിയാൽ നല്ലതാണ്, നിർബന്ധമില്ല. പക്ഷെ നാട്ടിൽ നിങ്ങൾ ബാങ്ക് കേട്ടാൽ നിർബന്ധമായിട്ടും പള്ളിയിലേക്ക് വരണം. അതാണ് അതിൻ്റെ ഇസ്ലാമിക നിയമം. സുബഹി ബാങ്ക് എല്ലാവരും നാട്ടിലുണ്ടാകുന്ന സമയമേതാ? എല്ലാവരും നാട്ടിലുണ്ടാകുന്ന സമയമേതാ? സുബഹി അല്ലേ? ജോലിക്ക് ഷോപ്പ് തുറക്കുന്നവർ 9 മണിക്കാ തുറക്കുക, സ്കൂളിൽ പോകുന്നവർ 9 മണിക്കാ പോവുക. ഇനി മത്സ്യം പിടിക്കാൻ പോകുന്ന ഒരു ടീം ഒഴികെ ബാക്കി എല്ലാവരും രാവിലെ സുബഹിക്ക് വീട്ടിലുണ്ടാവും അല്ലെ? ഉച്ചയ്ക്ക് ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, സ്കൂളിന്റെ സ്ഥലത്തായിരിക്കും, യാത്രയിലായിരിക്കും. വൈകുന്നേരം അങ്ങനെ മഗ്‌രിബും ഇശാ ഒക്കെ അങ്ങനെ തന്നെ. സുബഹിയുടെ സമയത്താണ് നാട്ടിൽ എല്ലാവരും ഉണ്ടാവുക. ജുമഅക്ക് പോലും അത്ര ആളുകൾ നാട്ടിലുണ്ടാവില്ല. ഉണ്ടാവില്ല. അപ്പൊ ജുമഅയെക്കാളും കൂടുതൽ ആളുകൾ എപ്പോഴാ വേണ്ടത്? സുബഹിക്ക് വേണം. ജുമഅയെക്കാളും കൂടുതൽ ആളുകൾ സുബഹിക്ക് വേണം. എന്താ നമ്മുടെ സുബഹിയുടെ അവസ്ഥ? ആരാ സുബഹിക്ക് പള്ളിക്ക് വരിക? സുബഹിയുടെ ജമാഅത്ത് ജുമഅയെക്കാളും അംഗശക്തിയുള്ള ജമാഅത്തായി എപ്പോൾ നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ നാടുകൾ മാറുന്നുണ്ടോ, അന്ന് മുതൽ നമ്മുടെ പ്രതാപം തിരിച്ചു കിട്ടും. മുഅ്മിനീങ്ങളെ, സുബഹിയുടെ ജമാഅത്തിന് ജുമഅയെക്കാളും കൂടുതൽ ആള് വേണം. എന്തുകൊണ്ടാ?
ആ സമയത്താണ് നാട്ടുകാരെല്ലാം നാട്ടിലുണ്ടാകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഓരോ ആളുകൾ ഓരോ സ്ഥലത്തായിരിക്കും. അപ്പൊ സുബഹയുടെ ജമാഅത്തിന് ജുമുഅയേക്കാളും കൂടുതൽ ആളുകളുള്ള ഒരു കാലം വരണം. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മൾക്കുണ്ടായാൽ ഈ പള്ളിയുടെ നിർമ്മാണത്തോടു കൂടി ഒരു തീരുമാനം കൂടി നമ്മൾ എടുക്കണം. പള്ളി നിർമ്മിച്ചു കഴിഞ്ഞു, പള്ളിയുടെ തീരുമാനം കഴിഞ്ഞ് ഇന്നത്തെ വാല് കഴിയലോടുകൂടി ഒരു തീരുമാനം കൂടി നമ്മൾ എടുക്കണം. എന്താണ് തീരുമാനം? നാട്ടിലുണ്ടെങ്കിൽ ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായും ഞാൻ ജമാഅത്തിനെത്തുമെന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. കഴിയുമോ? നിങ്ങൾക്ക് കഴിയോ? ഇൻഷാ അല്ലാഹ് എന്ന് പറ. എന്തോ ഉഷാറില്ലാത്ത ഇൻഷാ അല്ലാഹ്? ഇൻഷാ അല്ലാഹ് എന്തൊരു ഉഷാറില്ലാത്ത? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. നിർബന്ധമാണിത്. നിർബന്ധമായും ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം. അപ്പൊ നിങ്ങൾ മൈക്ക് വെച്ചിട്ട് രാത്രി മൈക്കില്ലാതെ കേൾക്കുമെന്നൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇനി ഉസ്താദ് രാവിലെ ഉച്ചക്ക് എണിച്ചിട്ട് മൈക്കെല്ലാം ഓഫ് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിലെ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്, നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടോ? മൈക്കാണ് മൈക്ക്. ബാങ്കിന്റെ വിളിയാളും കേൾക്കുന്നുണ്ടോ? നിർബന്ധമായും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിലെത്തും ജമാഅത്തിന്. എല്ലാവരും വയസ്സന്മാരാർക്കും അവിടെ എക്സ്ക്യൂസ് ഇല്ല. ആർക്കും അവിടെ എക്സ്ക്യൂസ് ഇല്ല. യാത്രക്കാർക്കേ എക്സ്ക്യൂസ് ഉള്ളൂ. ഇപ്പൊ യാത്രക്കാർ ഞാനേ ഉള്ളൂ ഇവിടെ, ബാക്കി എല്ലാവരും നാട്ടുകാരാണ്, അല്ലേ? നമ്മളൊക്കെ നാട്ടുകാരാണ്. ആർക്കും എക്സ്ക്യൂസ് ഇല്ല, ഇളവാർക്കില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കണം. എങ്കിലേ ഈ പള്ളി നിർമ്മാണം കൊണ്ട് കാര്യമുള്ളൂ. നിങ്ങൾ 1 കോടി ചെലവഴിച്ചത് കൊണ്ട് നാളെ ആഖിറത്തിൽ നമ്മൾക്ക് ഉപകാരം ലഭിക്കണമെങ്കിൽ ഇന്നത്തെ വാല കഴിഞ്ഞു പോകുമ്പോഴേക്കും എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുള്ള ഉമ്മമാരെ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഈ നാട്ടിലുള്ള സഹോദരിമാർ ഒരു തീരുമാനമെടുക്കണം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്റെ മക്കൾ എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അവരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുമെന്ന്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുമെന്ന്. അങ്ങനെ നാട്ടിലുള്ളവരെല്ലാം ബാങ്കിന്റെ സമയമായാൽ വുളൂ ചെയ്ത് എങ്ങനെയാ പള്ളിയിലേക്ക് വരേണ്ടത്? എങ്ങനെയാ പള്ളിയിലേക്ക് വരേണ്ടത്? പള്ളിയിലേക്ക് എങ്ങനെയാ വരേണ്ടത്? പള്ളിയിലേക്ക് വരേണ്ട സുന്നത്ത് എന്താ? ഇന്നലെ പറഞ്ഞോ? ഇല്ല, ഇന്ന് പറഞ്ഞത് ഓർമ്മയില്ല. പിന്നെ ഇന്നലെ പറഞ്ഞതല്ലേ? ഇന്നിപ്പോ അരമണിക്കൂർ മുമ്പ് പറഞ്ഞ വിഷയങ്ങളെ ഓർമ്മയില്ല. എങ്ങനെയാണ് പള്ളിയിലേക്ക് വരേണ്ടത്? പള്ളിയിലേക്ക് ഞാൻ സുബഹി മുതൽ എങ്ങനെ പള്ളിയിലേക്ക് വരണമെന്ന് പറയാം. തഹജ്ജുദ് നിസ്കാരം എവിടെ വെച്ചാ നിസ്കരിക്കൽ അഫ്ളല്? പള്ളിയിലേക്ക് വന്ന് ഇത്തികാഫൊക്കെ ചെയ്ത് ഇത്തികാഫിന്റെ നിയത്തൊക്കെ ചെയ്ത് പള്ളിയിൽ ഒരു മൂലക്ക് ഇരുന്ന് എങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കലാണോ നല്ലത്? അതല്ല നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണോ? എവിടെ വെച്ച് നിസ്കരിക്കല? അപ്പൊ 1 കോടിയുടെ പള്ളി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ചാ തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? ആണോ? നിങ്ങൾ 1 കോടിയല്ല 10 കോടിയുടെ പള്ളി ഉണ്ടാക്കിയാലും സുന്നത്ത് നിസ്കരിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ്, പള്ളിയിൽ വെച്ചല്ല. സുന്നത്തുകൾ എപ്പോഴും രഹസ്യമാക്കണം. തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. വീട്ടിൽ വെച്ച് നിങ്ങൾ ദുആ ചെയ്യണം. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. രാത്രി എണീറ്റുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞാൽ നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ അല്ലാഹു അർശിന്റെ തണൽ നൽകുമെന്നാ പറഞ്ഞത്. അല്ലാഹു നമ്മൾക്ക് തരട്ടെ. അപ്പൊ പള്ളിയിലേക്ക് വന്നാൽ ഒറ്റയ്ക്കിരുന്നിട്ട് ദുആ ചെയ്യാൻ പറ്റും. ഇവിടെ മുക്രിശ് ഉണ്ടാകുന്നില്ലേ? ഇവിടെ മുക്രി ഉണ്ടാവില്ലേ? പള്ളിയിൽ ഉസ്താദ് ഉണ്ടാവില്ലേ? ആരെങ്കിലും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്ന വേറെ ആരെങ്കിലും ഉണ്ടാവില്ലേ? ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമേതാ? ഏത് സമയത്ത് ദുആ ചെയ്താലാണ് ഉത്തരം കിട്ടുക? സുബഹിക്കല്ല, സുബഹിയുടെ മുമ്പുള്ള തഹജ്ജുദിന്റെ സമയം. സുബഹിയുടെ മുമ്പുള്ള തഹജ്ജുദിന്റെ സമയം, തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്നാണ്. അപ്പൊ ആ സമയത്ത് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്, ഇവിടെയല്ല. അപ്പോഴാണ് ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്നത്. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് ഇവിടെ വെച്ചാ നിസ്കരിക്കേണ്ടത്. അടച്ചാ അല്ല, പള്ളിയിൽ വെച്ചല്ല, വീട്ടിൽ വെച്ചാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത്, പള്ളിയിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ഒരൽപ്പം ബാക്കി വെക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മഹാനായ സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്,
സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഫസല്ലു അയ്യുഹന്നാസു ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. ഫഇന്ന അഫ്ളലസ് സ്വലാത്തി, നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പ്രതിഫലമുള്ള നിസ്കാരം ഏതാണ്? സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി, ഒരാളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഗ്രന്ഥമാണ് ബുഖാരി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ, നമ്മുടെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഏതൊഴികെ ഇല്ലൽ മക്തൂബ, ഫർളൊഴികെ. ഫർള് നിസ്കരിക്കേണ്ടത് എവിടെ വെച്ചാ? പള്ളിയിൽ. ഫർള് നിസ്കരിക്കേണ്ടത് പള്ളിയിൽ വെച്ചാണ്. മറ്റുള്ള എല്ലാ നിസ്കാരങ്ങളും പിന്നെ സുന്നത്തായി, റവാത്തിബ് നിസ്കാരങ്ങളല്ല, ചില സുന്നത്തായ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളുടെ ഉദാഹരണം പെരുന്നാൾ നിസ്കാരം പോലെ, തറാവീഹ് നിസ്കാരം പോലെ ജമാഅത്ത് സുന്നത്തുള്ള ചില നിസ്കാരങ്ങൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് എവിടെയാ നിസ്കരിക്കേണ്ടത്? എവിടെയാ? വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. അങ്ങനെ വുളൂ ചെയ്തു, സുന്നത്ത് നിസ്കരിച്ചു, പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു തആല അവന്റെ ഒരു പാപം പുറത്തു കൊടുക്കുമെന്ന്, അവന് ദറജ അല്ലാഹു ഉയർത്തുമെന്ന്, അതിനെല്ലാം അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നബി തങ്ങൾ ചോദിച്ചൊരു ചോദ്യം സഹാബാക്കളോട്, 5 നേരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരാൾ, 5 നേരം നിസ്കരിക്കുന്ന ഒരാളിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ? ഓർമ്മയുണ്ടോ? നബി തങ്ങൾ മദ്രസയിൽ പഠിച്ചൊരു വിഷയമാണ്. 5 നേരം ഒരു പുഴയിൽ കുളിക്കുന്ന ഒരാൾക്ക് ശരീരത്തിൽ വല്ല അഴുക്കും വിയർപ്പുണ്ടാവോ? രാവിലെ കുളിക്കുന്നു, ഉച്ചക്ക് കുളിക്കുന്നു, ഒരു 11 മണിക്ക് കുളിക്കുന്നു, 3 മണിക്ക് കുളിക്കുന്നു, മഗ്‌രിബിന് കുളിക്കുന്നു, ഉറങ്ങുമ്പോൾ കുളിക്കുന്നു. ഇങ്ങനെ 5 നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ വല്ല അഴുക്കുണ്ടാവോ? ഇല്ല. എന്തുകൊണ്ട്? അയാൾ 5 നേരം കുളിക്കുന്നു. അതേപോലെ 5 നേരം നിസ്കരിക്കുന്ന ഒരാളിൽ വല്ല തെറ്റുകളും ബാക്കിയുണ്ടാകുമോ? ഉണ്ടാവോ? ഇല്ല. എന്തുകൊണ്ട്? അയാൾ പള്ളിയിലേക്ക് നടന്നു വരുമ്പോ അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. അതുമാത്രമല്ല, സുബഹി നിസ്കാരം കഴിഞ്ഞ് ളുഹർ നിസ്കാരത്തെ കാത്തിരിക്കുന്ന ആ സമയത്തുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയത്ത് അതിനിടയിൽ ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതുമാത്രമല്ല, നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതുന്നത്, നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്നത്, ഇതൊക്കെ ലക്ഷക്കണക്കിന് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായ അമലാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് കൃത്യമായി 5 നേരത്തെ നിസ്കാരം പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവില്ല. ഇതാണ് നബി തങ്ങൾ പറഞ്ഞ ഉദ്ദേശം. സുന്നത്ത് എത്രയുണ്ട്? ടോട്ടൽ സുന്നത്ത് എത്രയുണ്ട്? എണ്ണി നോക്കാം നമുക്ക് അല്ലെ. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2 അല്ല 4, ളുഹറിന് മുമ്പ് 4, ളുഹറിന്റെ ശേഷം 4 ഉണ്ട്, മുഅക്കദായത് 2. മനസ്സിലായോ? ളുഹറിന് മുമ്പ് മുഅക്കദ് തന്നെ 4 എണ്ണാണ്. ളുഹറിന് 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പാരത്രിക ലോകത്ത് പ്രത്യേകമായ കൊട്ടാരങ്ങൾ ഒരുക്കുന്ന, എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ. ഏതൊക്കെയാ 12 റക്അത്ത്? 10. അത് 10 ആണ് നമ്മൾ പഠിച്ചത്. അതിനൊക്കെ 2 കൂടി കൂട്ടണം. ഏതൊക്കെയാ? സുബഹിക്ക് മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, അപ്പൊ എത്രയായി? 6 എണ്ണമായി. ളുഹറിന്റെ ശേഷം 2, എത്രയായി? 8ആയി. മഗ്‌രിബിന്റെ ശേഷം 2, എത്രയായി? 10. ഇശാഇന്റെ ശേഷം 2, എത്രയായി? 12. ഈ 12 നിസ്കാരം നമ്മൾ എപ്പോഴും ജീവിതത്തിൽ പകർത്തണം. തിരക്കുണ്ടെങ്കിലും ഇത് ഒഴിവാക്കാൻ പാടില്ല. ഇനി തിരക്കില്ലാത്ത സമയത്ത് നിസ്കരിക്കേണ്ട നിസ്കാരമുണ്ട്. ളുഹറിന് മുമ്പ് 4 നിസ്കരിച്ചു, ളുഹറിന്റെ ശേഷം 4 ഉണ്ട്, അസറിന്റെ ശേഷം 4 ഉണ്ട്, മഗ്‌രിബിന്റെ മുമ്പ് 2 ഉണ്ട്, ഇശാഇന്റെ മുമ്പ് 2 ഉണ്ട്. അപ്പൊ എന്ത് തിരക്കുണ്ടെങ്കിലും ഈ സുന്നത്തുകൾ നമ്മൾ ഒഴിവാക്കാം. 12 റക്അത്ത് എന്നുള്ള സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിച്ചാലേ നമ്മുടെ മക്കൾ ശീലിക്കുള്ളൂ. എന്താണോ നമ്മൾ, അതാണ് നമ്മുടെ മക്കൾ. അപ്പൊ ഞാൻ നിർത്തിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. 9:45 വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പള്ളിയുടെ നിർമ്മാണം നമ്മൾ വളരെ ഭംഗിയായി ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഈ പള്ളി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നിസ്കാരങ്ങൾ കൃത്യമായി നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് അയക്കണം. കൃത്യമായി 10 വയസ്സാവണമെന്നില്ല, 7 വയസ്സിന്റെ മുകളിലുള്ള മക്കളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കൊണ്ടുവരണം. 7 വയസ്സ് തികഞ്ഞ മക്കളെ കുളിപ്പിച്ച്, ശ്രദ്ധിക്കണം, കുളിപ്പിച്ച്
നല്ല വസ്ത്രം ധരിച്ച് പള്ളിയോടൊരു ബഹുമാനം അവരുടെ മനസ്സിലുണ്ടാക്കണം. വീട്ടിലിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ പോയിക്കൊള്ളുന്നല്ല. പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കളോട് പറയണം, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഇത് അള്ളാഹുവിന്റെ വീടാണ്. നിങ്ങളൊരു കല്യാണത്തിന് ഒരുക്കുന്നത് പോലെ മക്കളെ ഒരുക്കിയിട്ട് ഭവ്യതയോടെ പള്ളിയിലേക്ക് പറഞ്ഞേക്കണം നമ്മുടെ മക്കളെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ ഈ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയും നമ്മുടെ മക്കളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് നിസ്കരിപ്പിക്കുകയും, ഇതെന്തിനാ ഈ നിസ്കാരം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്? നമ്മൾ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകുന്ന. എല്ലാവരുടെയും വീട്ടിലൊരു പ്രയർ ഹോൾ ഉണ്ട് ഇല്ലേ? പ്രയർ ഹോൾ, നിസ്കാരമുറി ഇല്ലേ? എന്തിനാ ഈ നിസ്കാരമുറി? ഭാര്യയ്ക്ക് തോന്നുമ്പോ ഭാര്യ നിസ്കരിക്കുക, നിങ്ങൾക്ക് തോന്നുമ്പോ നിങ്ങൾ നിസ്കരിക്കുക. അതല്ല, ബാങ്ക് കൊടുക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും അവിടെ വെച്ച് സുന്നത്ത് നിസ്കരിക്കണം. സുബഹിയാണെങ്കിൽ ആ പ്രയർ ഹാളിൽ ഭാര്യയും മക്കളും എല്ലാവരും ഒന്നിച്ച് സുന്നത്ത് നിസ്കരിക്കണം. ഇഖാമത്തിന്റെ സമയമാകുമ്പോൾ പിതാവും ആൺകുട്ടികളും പള്ളിയിലേക്ക് വരണം. അപ്പൊ എന്തായി? ഒന്നിച്ചുള്ള നിസ്കാരം നടന്നോ? ഒന്നിച്ചുള്ള നിസ്കാരം നടന്നില്ലേ? സുന്നത്ത് നിസ്കാരം നടന്നില്ലേ? ഒന്നിച്ച് സുന്നത്ത് നിസ്കരിക്കണം. ഇജഅലൂ ഫീ ബുയൂതികും മിൻ സലാത്തികും, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്നൊരൽപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കണം. വലാ തത്തഖിദൂഹാ ഖുബൂറാ, ആ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കരുതേ, വീടുകളെ ഖബറിടങ്ങളാക്കരുത്. ഒന്നിച്ച് നിസ്കരിക്കുന്നത്, ഒന്നിച്ച് ഖുർആൻ ഓതുന്നത്, ഒന്നിച്ച് ദിക്ർ ചൊല്ലുന്നത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുടുംബ ബന്ധത്തിൽ സ്നേഹമുണ്ടാകാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം ളുഹറിന്റെ മുമ്പുള്ളത്, ശേഷമുള്ളതൊക്കെ വീട്ടിൽ പോയി നിസ്കരിക്കണം. വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ അത് കാരണമാകും. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ ഞാൻ നിർത്തട്ടെ, എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഈ മഹത്തായ പള്ളിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സംഖ്യകൾ ചെലവഴിച്ചു. ഇത് ആഖിറത്തിലും ദുനിയാവിലും നമ്മൾക്ക് ഉപകരിക്കണം, അല്ലേ? വേണ്ടേ? ആഖിറത്തിലും ഉപകരിക്കണം, ദുനിയാവിലും ഉപകരിക്കണം. ഈ പള്ളിയുടെ ഉത്തരവാദിത്വം നമ്മളൊക്കെ ഏറ്റെടുക്കണം. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വാസമുള്ളവരാവണം. പിന്നെയോ വഅഖാമസ്സലാത്ത, നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാവണം. വആത സകാത, സകാത്ത് കൊടുക്കുന്നവരാകണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ അവർ ഭയപ്പെടാൻ പാടുള്ളൂ, വേറെ ആരെയും പേടിക്കാൻ പാടില്ല. ഫഅസാ ഉലൈക യകൂനൂ മിനൽ മുഹ്തദീൻ, അവർ സന്മാർഗികളായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പള്ളിയുടെ മുറ്റമടിച്ചു മാറിയിരുന്ന ഒരു പെണ്ണിന് പോലും അള്ളാഹുവിന്റെ ഹബീബ് സ്ഥാനം നൽകിയിരുന്നു. നമ്മൾ പള്ളിയുടെ മൗലാമാർക്കേ വില വെക്കൂല, പിന്നല്ലേ പള്ളി അടിച്ചു വരുന്ന പെണ്ണിന് വില വെക്കുക, അല്ലേ? പള്ളിയിലുള്ള മൗലാമാർക്കേ വില വെക്കൂല, എല്ലാവർക്കും പുച്ഛാണ്. ഉസ്താദുമാരോടൊരു പുച്ഛം, അങ്ങനെ ഉണ്ട് എല്ലാവർക്കും. അങ്ങനെ ഇപ്പൊ കാലം, പണ്ടൊക്കെ ഭയങ്കര ബഹുമാനം സ്നേഹമൊക്കെ ഉണ്ട്, ഇപ്പൊ ഒരു അവഗണന, ഒരു പുച്ഛം തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ, നബി തങ്ങൾക്ക് ഒരു കറുത്തൊരു അടിമപ്പെണ്ണ്, ഒരു ഇംറഅത്തുൻ സൗദ, ഒരു കറുത്ത പെണ്ണ്, കാനത്ത് തഖുമ്മുൽ മസ്ജിദ, പള്ളിയടിച്ചു വാരുന്ന ഒരു സാധാ പെണ്ണ്, കുടുംബവും തറവാട് അങ്ങനെയൊന്നുമില്ല, ഒരു സാധാ ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരിക്കൽ നബി തങ്ങൾ ആ പെണ്ണിനെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കാണുന്നില്ല. ഫസഅല അൻഹ, ചോദിച്ചു, എവിടെ ആ പെണ്ണ് എവിടെയെന്ന് വെച്ചു. മാതത്, അവൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അഫലാ കുന്തും ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നില്ല, ആ പെണ്ണ് മരിച്ച കാര്യം എന്നെ അറിയിക്കാമായിരുന്നില്ലെന്ന് വെച്ചു. അപ്പൊ ഫകഅന്നഹും സഗ്ഗറു അംറഹ, അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ നാട്ടിൽ നിലം വില ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉസ്താദുമാർ പോയില്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്നുള്ള ചിന്തക്കാരൊക്കെ ഉണ്ട്. അഥവാ ഉദാഹരണം പറഞ്ഞാൽ, നാട്ടിലൊരു ഒരു വലിയൊരു അറിയപ്പെട്ട ഒരാളുടെ ഒരു നിക്കാഹുണ്ട്. ആ നിക്കാഹിന് ഖതീബ് ഉസ്താദ് പോയില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമായിരിക്കും. എന്നാൽ നാട്ടിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസും പിന്നെ നാട്ടിലൊരു സ്ഥാനമൊന്നും ഇല്ലെങ്കിൽ, ഒരു സാധാ ഒരു നോർമൽ മനുഷ്യനാണ്, അയാളുടെ നിക്കാഹിന് പോയില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിട്ടുണ്ട്. അതിന് അതേപോലെ വേറെ ഉദാഹരണം ഉണ്ട്. നാട്ടിൽ വലിയൊരു മുതലാളിയായ ഒരു മനുഷ്യൻ പാട്ട് വെച്ചാലും മ്യൂസിക് വെച്ചാലും വീഡിയോ എടുത്താലും ഉസ്താദിനൊരു കുഴപ്പമുണ്ടാവില്ല. അയാൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും, അവിടെ പോയിട്ട് നിക്കാഹിനും നേതൃത്വത്തിനും ഒക്കെ നൽകും. എന്നാൽ നാട്ടിലൊരു പാവപ്പെട്ട ഒരു മനുഷ്യന് പാട്ട് വെക്കുമ്പോൾ ഉസ്താദിനെ പിടിക്കൂല. അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്, രണ്ട് ഭാഗത്ത് ഈ പ്രശ്നമുണ്ട്. ഉസ്താദുമാരുടെ അടുത്ത് എനിക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. അഥവാ വലിയ മുതലാളിമാരുടെ പല സ്ഥലത്തും നിക്കാഹിന് മുമ്പ് പ്രസംഗിക്കാൻ വിളിക്കാറുണ്ട്, നിക്കാഹിന് മുമ്പ്. അപ്പൊ വലിയ മുതലാളിമാരുടെ നിക്കാഹാണെന്ന് സങ്കല്പിക്കും, വലിയ കോടീശ്വരന്മാരുടെ നിക്കാഹാണെങ്കിൽ അപ്പൊ അവിടെ നിക്കാഹിന് മുമ്പ് പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള ഉസ്താദ്മാർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. എത്ര സമയം നീട്ടി പ്രസംഗിച്ചാലും
എത്ര സമയം പിന്നെ അവർ കാത്തുനിന്നാലും കുഴപ്പമുണ്ടാവില്ല, അവിടെ വീഡിയോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് സാധാരണക്കാരൻ്റെ നിക്കാഹാണ്, ഒരു സാധാരണ മനുഷ്യൻ നിക്കാഹാണ്. അവിടെ അവർ പ്രസംഗിക്കാൻ പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു തടയും, പ്രസംഗിക്കാനുള്ള സമയമല്ല, ശേഷം പ്രസംഗിച്ചൊന്നുമില്ല. ഇതേ ഉസ്താദുമാർ പണക്കാരുടെ മുതലാളിമാരുടെ നിക്കാഹിൽ അരമണിക്കൂർ പ്രസംഗിച്ചപ്പോഴും പ്രശ്നമില്ലാത്ത ഉസ്താദുമാർ ഒരു സാധാരണക്കാരൻ നിക്കാഹിന് ഒരു 5 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ പ്രശ്നമാക്കും. അതേ ഉസ്താദുമാർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി, നാട്ടുകാർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി. അപ്പം നബി തങ്ങളുടെ കാലത്ത് ഈ പെണ്ണ് മരിച്ചപ്പോൾ സ്വഹാബാക്കൾ വലിയ കാര്യമാക്കിയില്ല. കാരണം നാട്ടിൽ നിലം വിലൊന്നും ഇല്ലാത്തൊരു പെണ്ണാണ്, ഒരു പള്ളിയടിച്ചു വരുന്ന ഒരു സാധാരണ നാടോടി പെണ്ണാണ്, പിന്നെ എന്തിനിപ്പോൾ റസൂലുള്ളാഹിക്ക് അറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർ ചിന്തിച്ചു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നെ അറിയിച്ചൂടായിരുന്നോ, ദുല്ലൂനി അലാ ഖബ്രിഹ, അവളുടെ ഖബർ എവിടെയെന്ന് കാണിച്ചിരുന്നു. നബി തങ്ങൾ അങ്ങനെ അവിടെ പോയി. ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമത്തുൻ അലാ അഹ്ലിഹ, ഈ ഖബർ എന്ന് പറഞ്ഞാൽ ഖബറാളിക്ക് ഇരുട്ടറയാണ്. ഖബറാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഖബർ ഇരുട്ടറയാണ്. വഇന്നല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലഹും ബിസ്വലാത്തി അലൈഹിം, ഞാൻ അവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ ആ ഖബറിടങ്ങൾ അള്ളാഹു വെളിച്ചമാക്കും, അതുകൊണ്ട് എനിക്ക് കാണിച്ചു താ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പോയിട്ട് നിസ്കരിച്ചു. പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തു എന്ന കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേടി പിടിച്ചു പോയിട്ട് അവരുടെ ഖബർ നിസ്കരിച്ചു. അപ്പോൾ അവരുടെ ഖബറിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.